ഉൽപ്പത്തി 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച് ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാക്കും എന്ന് അരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ ആരുണ്ടായിരുന്നു? മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ദൈവത്തിൻ്റെ പുത്രന്മാർ, അതിൻ്റെ ശേഷവും ഒരിക്കൽ കൂടെ അതിൻ്റെ ശേഷവും ഒരിക്കൽ കൂടെ വായിച്ചേ. അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ച് ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. സഹോദരന്മാരെ, വേദപുസ്തകത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, അതുപോലെ വ്യാഖ്യാനിക്കാൻ ഏറ്റവും പ്രയാസമുള്ള, അതുപോലെ തിയോളജിയന്മാർ, വേദപുസ്തക പണ്ഡിതന്മാരുടെ നടുവിൽ വിവിധ ഡിബേറ്റ് നടക്കുന്ന, വ്യത്യാസ അഭിപ്രായം വരുന്ന ഏറ്റവും കോൺട്രവേഴ്സി ആയിട്ടുള്ളതായ വേദഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം. ഈ ആദ്യത്തെ ഖണ്ഡികയാകുന്നതായ 8 വാക്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ആദ്യത്തെ 4 വാക്യങ്ങൾ. ധാരാളം തിയറീസാണ് ഇതിനെക്കുറിച്ച് സ്തോത്രം നമുക്ക് കാണുവാൻ ഗുണം കഴിക്കുന്നത്. വിസ്തരിച്ച് നമ്മൾ സ്തോത്രം ദൈവകൃപയാൽ പഠിച്ചു പോകുന്നു. വേണമെങ്കിൽ ഡയറക്റ്റായി മല്ലന്മാർ എന്ന് പറഞ്ഞു പോകാം. പക്ഷേ അതിൻ്റെ പിൻപിലുള്ളതായ സാഹചര്യങ്ങളെക്കുറിച്ച് മറ്റും മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇന്നും സ്തോത്രം അതേ കഴിഞ്ഞ ആഴ്ചയുടെ കണ്ടിന്യൂഷനായി നമ്മൾ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു സീരീസ് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ സീരീസിൽ നിന്ന് ഇന്നത്തെ പാഠത്തിൽ നിന്ന് അടുത്ത ആഴ്ചയുടെ പാഠത്തിലേക്ക് ബ്രിഡ്ജുകൾ കടന്നു വരുന്നത് സ്വാഭാവികമാണ്. നമ്മൾ ഞായറാഴ്ച കേൾക്കുന്നത് ഒരു സീരീസ് ആണല്ലോ. ആട്ടുവാതിൽ, സ്തോത്രം അതേ മീൻവാതിൽ, പഴയവാതിൽ, താഴ്വരവാതിൽ എന്നിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സ്തോത്രം ഒന്നിൽ നിന്ന് മറ്റുള്ളതിലേക്ക് ഒരു പാലമുണ്ടായിരിക്കും. ചില വിഷയങ്ങൾ സ്തോത്രം കണ്ടിന്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയുമായിരിക്കും. സോ ഇന്ന് രാത്രി നാം കേൾക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാർ എന്ന വിഷയത്തിൽ നിന്നാണ്. ദൈവം ദുരാത്മാക്കളെ സൃഷ്ടിച്ചില്ല, ദൈവം മല്ലന്മാരെ സൃഷ്ടിച്ചില്ല. അർത്ഥം എല്ലാം നല്ല ദാനങ്ങളാണ് ദൈവത്തിൽ നിന്ന് വരുന്നത്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തിന്മ, ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ തിന്മ ഒരിക്കലും സൃഷ്ടിച്ചിട്ടില്ല. ദൈവം എന്തെങ്കിലും ഉണ്ടാക്കുന്നെങ്കിൽ അത് നന്മയായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം ദൈവം തിന്മയുടെ ദൈവമല്ല, ദൈവം നന്മയുടെ ദൈവമാണ്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വായിക്കുവാൻ തക്കോണം കഴിയുന്നത് സ്തോത്രം ആദാമിൻ്റെ വംശ പാരമ്പര്യത്തിൻ്റെ കണ്ടിന്യൂഷനാണ് കാണുവാൻ കഴിയുന്നത്. അതെങ്ങനെയാണ് പറഞ്ഞത്? ആദാമിൻ്റെ വംശാവലിയുടെ തുടർച്ചയാണ് എന്നെങ്ങനെയാണ് പറഞ്ഞത്? 5-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം. ആദമിൻ്റെ വംശ പാരമ്പര്യം ആവിത് എന്ന് പറഞ്ഞ് സ്തോത്രം ആ 5-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുകയാണ്. ആദാമിൻ്റെ വംശ പാരമ്പര്യമാവിത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, എല്ലാവരും പറഞ്ഞാട്ട് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ, കുരങ്ങൻ്റെ സാദൃശ്യത്തിലല്ല, പിന്നെ എങ്ങനെയാണ്? ദൈവത്തിൻ്റെ, ഹിപ്പോപ്പൊട്ടാമസിൻ്റെ സാദൃശ്യത്തിലല്ല, കഴുകൻ്റെ സാദൃശ്യത്തിലല്ല, വേറെ ഏതെങ്കിലും ഒരു ജീവിയുടെ സാദൃശ്യത്തിലല്ല, പകരം ആരുടെ സാദൃശ്യത്തിൽ? ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ദൈവം സ്തോത്രം അവനെ ഉണ്ടാക്കി. എങ്ങനെ? ആണും പെണ്ണുമായി സ്തോത്രം അവരെ സൃഷ്ടിച്ചു. സ്തോത്രം ആണും പെണ്ണുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. LGBTQ ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്തോത്രം ആണായിട്ടും പെണ്ണായിട്ടും സ്തോത്രം ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. നമുക്കറിയാം നമ്മുടെ ദൈവം അംഗവൈകല്യം ഇല്ലാത്തവനാണ്. നമ്മുടെ ദൈവം സ്തോത്രം അഭംഗി ഇല്ലാത്തവനാണ്. ആ അഭംഗിയില്ലാത്തവനായ ദൈവം, അംഗവൈകല്യം ഇല്ലാത്തവനായ ദൈവം, അവൻ സൗന്ദര്യത്തിൻ്റെ ദൈവമാണ്. ഗോഡ് ആൾടുഗെദർ ബ്യൂട്ടിഫുൾ. ദൈവം സർവാംഗ സുന്ദരനാണ്. ഒരിക്കൽ കൂടെ, ദൈവം സർവാംഗ സുന്ദരനാണ്. ദൈവത്തിൻ്റെ സൗന്ദര്യം കാണണമെങ്കിൽ സൃഷ്ടിയായി ഇടതും വലതും ഇരിക്കുന്നവരെ ഒരു നോക്കിയാട്ടെ. യെസ്, നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സൗന്ദര്യമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ കണ്ടതായ വ്യക്തികളിൽ ദൈവത്തിൻ്റെ ജയമാണ് നിങ്ങൾ കണ്ടത്. സ്തോത്രം. വേദപുസ്തകം വായിച്ചു മാത്രമല്ല നമ്മൾ ദൈവം ജീവിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടന്നതായ എണ്ണിയാൽ ഒടുങ്ങാത്ത വിലയേറിയ പ്രവർത്തികളെ കണ്ട്
നമ്മൾ മനസ്സിലാക്കുന്നു. സ്തോത്രം. അതെ, ദൈവമായ കർത്താവ് ജീവിക്കുന്നു. ഏതെങ്കിലും ഒരു നാസ്തികൻ കടന്നു വന്ന്, ഏതെങ്കിലും സ്തോത്രം അത് ഒരു ഏത്യസ്റ്റ് കടന്നു വന്ന് ദൈവം ഇല്ല എന്ന് പറഞ്ഞാലും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ പറവന്തക്കൊണ്ടാൻ കഴിയും. ഇല്ല, ദൈവം ജീവിക്കുന്നവനെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. എൻ്റെ അനുഭവമാണ് എൻ്റെ അനുഭവമാണ്. സോ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് അനുഭവമാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ച് അറിവിൻ. വിഷയം ഇതാണ്: ദൈവം സൗന്ദര്യമുള്ളവനാണ്. ദൈവം സൗന്ദര്യമുള്ളവനായ ദൈവം തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ സ്തോത്രം, ആദാം സൗന്ദര്യമുള്ളവനായിരുന്നു, ഹൗവ സൗന്ദര്യമുള്ളവരായിരുന്നു. അങ്ങനെ മനുഷ്യരേതാ സ്തോത്രം അതെ ദീർഘനാളുകൾ 5-ാം അധ്യായം നിങ്ങൾ വായിച്ചു വരുമ്പോൾ ദീർഘനാളുകൾ ജീവിച്ചിരുന്നു. ആദാം 930 സംവത്സരമാണ് ജീവിച്ചിരുന്നത്. വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ നാൾ ജീവിച്ചിരുന്നത് മെഥൂശലമാണ്. 969 സംവത്സരമാണ് അത് ജീവിച്ചിരുന്നത്. തെറ്റിച്ച് പറഞ്ഞവർ 10 പ്രാവശ്യം എംപോസിഷൻ എഴുതുകയാട്ടെ. സ്തോത്രം. നോക്കണമേ, അങ്ങനെ 900-ലധികം സംവത്സരം ജീവിച്ചിരുന്ന പലരെക്കുറിച്ച് ഈ 5-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരിക്കൽ കൂടെ 900 വർഷത്തിലധികം ജീവിച്ചിരുന്ന പലരെക്കുറിച്ച് നിങ്ങൾക്ക് സ്തോത്രം ഈ 5-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് വായിപ്പാൻ കഴിയും. അപ്പോൾ അന്ന് വൃദ്ധൻ എന്ന് പറയുന്നത് എത്ര വയസ്സായിരിക്കും? ഏകദേശം ഒരു 850 കഴിഞ്ഞാൽ മാത്രമേ അപ്പച്ചനായി എന്ന് പറയാൻ തക്കണം കഴിയത്തുള്ളൂ. ഒരു സ്തോത്രം 300 സംവത്സരം എന്ന് പറയുന്നത് ചെറുക്കനാണ്. സ്തോത്രം അതെ 400 സംവത്സരം എന്ന് പറയുന്നത് ഇനിയും ദീർഘായുസ് ഒത്തിരി ഉണ്ട് എന്ന് പറയുന്നതാണ്. മനസ്സിലാക്കണമേ. സോ 5-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ അപ്സെറ്റ് ആയെന്ന് തോന്നുന്നു. ആർക്കും ജീവിക്കണ്ടേ? ദീർഘായുസ് ദൈവത്തിൻ്റെ ആലോചനയാണ്, ദൈവത്തിൻ്റെ വചനമാണ്. 900 സംവത്സരമാണ് സ്തോത്രം അതെ 930 സംവത്സരമാണ് ആദാം ജീവിച്ചിരുന്നത്. അതുപോലെ 900 സംവത്സരത്തിന് മുകളിൽ ജീവിച്ചിരുന്ന ഒത്തിരി പേര് ഉണ്ടായിരുന്നു. സ്തോത്രം. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. എന്നിട്ട് ദൈവം എടുത്തുകൊള്ളേണ്ടതിനാൽ ഹാനോക്കിനെ കാണാതെയായി. കേട്ടിട്ടുള്ള ആമേൻ പറഞ്ഞാണ്ട്. എത്രാമത്തെ വയസ്സിലാണ് ഹാനോക്കിനെ ദൈവം എടുത്തതെന്നറിയാമോ? യുവാവായിരിക്കുമ്പോഴാണ് ദൈവം എടുത്തത്. സോ അന്നത്തെ കാലയളവനുസരിച്ച് വളരെ നല്ല യുവാവായിരിക്കുമ്പോൾ ആണ് തന്നെ ദൈവം എടുത്തത്. വൃദ്ധനായപ്പോഴല്ല ദൈവം എടുത്തത്. എങ്ങനെ പറയാൻ കഴിയും? അവൻ്റെ മുൻപും അവൻ്റെ പിൻപും ജീവിച്ചിരുന്ന എല്ലാവരും 900-ൽ അധികം സംവത്സരം ജീവിച്ചിരിക്കുമ്പോൾ 365 സംവത്സരമായപ്പോൾ ചെറുക്കം പോയി. 365 സംവത്സരമായപ്പോൾ സ്തോത്രം അതെ ഹാനോക്കിനെ ദൈവം എടുത്തു. ആൾമോസ്റ്റ് 33% കമ്പയർഡ് ടു ആദാമിനെ സംബന്ധിച്ചോ ഏരദിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മെഥൂശലേമിനെ സംബന്ധിച്ചോ ഏകദേശം ഒരു 30% ഹാനോക്കിനെ കാണാനില്ല. ഹാനോക്കിനെ ദൈവം എടുത്തു. ഇന്നത്തെ ആയുഷ്കാലം എന്ന് പറയുന്നത് സ്തോത്രം മാക്സിമം ഒരു 80 എന്ന് വെച്ചോ. എൻ്റെ പിതാവ് പോയത് 86-ാമത്തെ വയസ്സിലാണ്. സ്തോത്രം. സോ ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാൽ ഞാൻ ചോദിക്കും 86 വയസ്സായോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്തോത്രം. കാരണം ഞങ്ങളുടെ പിതാവ് പോയതിൻ്റെ ആ ഫ്രെയിമിൽ സ്തോത്രം. സോ നോക്കണമേ. സോ അന്ന് 900 ആയിരുന്നു ചിലരുടെയൊക്കെ ആയുസ്. അതിൻ്റെ സ്തോത്രം 1/3 ആയിരിക്കാം ഏകദേശം 365 സംവത്സരം. ഞാൻ പറഞ്ഞത് 80 സംവത്സരമാണ് ഇന്നത്തെ ആയുസ് എന്നിരിക്കട്ടെ. 80 ഡിവൈഡഡ് ബൈ 3 ആൾമോസ്റ്റ് ഒരു സ്തോത്രം എത്രയാണോ ഒരു 27-28 വയസ്സിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ പറയുക അയ്യോ. ഒരാൾ മരിച്ചു പോയാൽ നമ്മൾ പറയുക അയ്യോ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ഇതുപോലെ ഹാനോക്ക് ഇനിയും സ്തോത്രം ഒരു 2 മടങ്ങ് കൂടെ പുള്ളി ജീവിച്ചിരിക്കേണ്ടതായിരുന്നു. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ, എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നതല്ല, എത്രത്തോളം ദൈവത്തോട് കൂടി ആയിരിക്കുന്നു, എത്രത്തോളം ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുന്നു, അതാണ് ഏറ്റവും വളരെ പ്രധാനം. അല്ലാതെ പുറമേയുള്ളതായ നിങ്ങളുടെയും എൻ്റെയും പറമ്പിൽ പാഴ്ചെടികളായി പാഴ്മരങ്ങളായി സ്തോത്രം ചില വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൽ നമ്മൾ പാഴ്വൃക്ഷങ്ങളാകല്ല്, പകരം ഫലവൃക്ഷങ്ങളാകട്ടെ. ദൈവം സൗജന്യമായി വായു തരുന്നു, വെള്ളം തരുന്നു, ആഹാരം തരുന്നു, ദിവസങ്ങൾ തരുന്നു, ഫ്രണ്ട്സിനെ തരുന്നു, നിങ്ങളെപ്പോലെ നല്ല ദൈവമക്കളുമായിട്ടുള്ള കണക്ഷൻ തരുന്നു, നല്ല കൂട്ടായ്മ തരുന്നു. പക്ഷേ ഇതൊക്കെയും കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ഒരിക്കലും പാഴ്മരമാകല്ല്, ഞാൻ നിശ്ചയം അനുദിനം ഫലം കൊടുത്ത് തന്നെ ദൈവകൃപയാൽ ജീവിക്കുകയാണ്.
സോ 365 സംവത്സരമായപ്പോഴാണ് ഹാനോക്ക് എടുത്തുകൊള്ളപ്പെട്ടത്. സോ ആദാമിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ചാണ് 5-ാം അധ്യായം പറയുന്നത്. ആക്ച്വലി നിങ്ങൾ സൂക്ഷ്മമായി വായിച്ചാൽ 5-ാം അധ്യായം തുടരേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോകും. കാരണം 5-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ് സ്തോത്രം 6-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 6-ൽ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ആ വംശാവലിയെക്കുറിച്ച് കണ്ടിന്യൂസ് ആയി പറയുമ്പോൾ സ്തോത്രം ദൈവത്തിൻ്റെ ദൂതന്മാർ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവ മനുഷ്യൻ സൃഷ്ടിച്ചല്ലോ. ആ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം സൃഷ്ടിച്ചതായ സ്തോത്രം മനുഷ്യപുത്രിമാരെ ദൈവത്തിൻ്റെ ദൂതന്മാർ കണ്ട് വളരെ ആകൃഷ്ടരായി അവരുടെ അടുക്കിലേക്ക് കടന്നു വന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് വേദപുസ്തകം പറയുന്നത്. സ്തോത്രം നിങ്ങൾ ഗ്രീക്ക് മെത്തോളജി പഠിച്ചു കഴിഞ്ഞാൽ, അതുപോലെ പല മതങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചാൽ നമുക്ക് മിക്കവാറും സ്തോത്രം ഇതേപോലെയുള്ളതായ മിത്തുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ളതായ കഥകൾ നിങ്ങൾക്ക് ധാരാളം കേൾപ്പാൻ ഗുണം കഴിയും. എന്നാൽ വേദപുസ്തകം കഥാപുസ്തകമല്ലല്ലോ, സോ റിയാലിറ്റിയാണ്, വളരെ യാഥാർത്ഥ്യം തന്നെയാണ്. സൂര്യൻ ഇന്ന് കിഴക്കല്ല അസ്തമിച്ചത്, സൂര്യൻ ഇന്ന് അസ്തമിച്ചത് എവിടെയാണ്? പറ, ആരാ വടക്കെന്ന് പറഞ്ഞേ? സ്തോത്രം. സൂര്യൻ ഇന്ന് കിഴക്കല്ല അസ്തമിച്ചത്, എവിടെ അസ്തമിച്ചു? പടിഞ്ഞാറാണ് അസ്തമിച്ചത്. അതൊരു യാഥാർത്ഥ്യം എന്നതുപോലെ സ്തോത്രം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഫാക്റ്റാണ്, നോട്ട് ഫിക്ഷൻ ബട്ട് ഫാക്റ്റാണ്. സ്തോത്രം യാഥാർത്ഥ്യമാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, യാഥാർത്ഥ്യമാണ്. സോ അങ്ങനെ സ്തോത്രം, അതെ, ദൈവത്തിൻ്റെ ദൂതന്മാർ മനുഷ്യപുത്രിമാർ സൗന്ദര്യമുള്ളവർ എന്ന് കണ്ടിട്ട് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഞാൻ പറയുന്നത് എനിക്ക് ആക്ച്വലി പറയാൻ താല്പര്യമില്ല. ഹീനോക്കിൻ്റെ ബുക്കോ അല്ലെങ്കിൽ സ്തോത്രം മറ്റേതെങ്കിലും ഹാനോക്കിൻ്റെ പുസ്തകമോ അല്ലെങ്കിൽ തൽമൂദുകളോ പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നിങ്ങൾ വിശ്വസിക്കേണ്ടത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ഇതിൻ്റെ പേരാണ് കാനോൻ. കാനോനിലില്ലാത്ത, ദൈവവചനത്തിൽ ഇല്ലാത്തത് ഒരിക്കലും പറയല്ല, ഒരിക്കലും നിങ്ങൾ സ്തോത്രം പ്രചരിപ്പിക്കുകയും ചെയ്യല്ല. പക്ഷേ സ്തോത്രം ഹാനോക്കിൻ്റെ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ ഇന്ന് കാണുന്നതായ ഹെർമോനിയ പർവ്വതത്തിന് മുകളിൽ 200ഓളം ദൂതന്മാർ വന്നു നിന്ന് അവിടെ നിന്നാണ് ഫാളൻ ഏഞ്ചൽസിൻ്റെ തുടക്കം, വീണുപോയ ദൂതന്മാരുടെ തുടക്കം അവിടെ നിന്നാണ് എന്ന് സ്തോത്രം ഹാനോക്കിൻ്റെ പുസ്തകത്തിലും മറ്റും കാണുവാൻ ഗുണം കഴിയുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ഹെർമോനിയ പർവ്വതത്തിൻ്റെ ഒരു പേര് റബിമാർ ഇങ്ങനെ വിളിക്കുന്നത്, ദ ഗേറ്റ് വേ ഓഫ് ഹെവൻ, സ്വർഗത്തിൻ്റെ കവാടമാണ് ഹെർമോനിയ സ്തോത്രം പർവ്വതം. ഹെർമോനിയ പർവ്വതം സ്തോത്രം സ്വർഗത്തിൻ്റെ കവാടമാണ്. സൂര്യൻ എന്തോ രൂപത്തിലുണ്ടാക്കി, ഭൂമി എന്തോ രൂപത്തിലുണ്ടാക്കിയിരിക്കുന്നത്? ഗോളാകൃതിയിലാണ്. ഒരിക്കൽ കൂടെ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത് ഗോളാകൃതിയിലാണ്. അപ്പോൾ ഗോളാകൃതിയിൽ സൃഷ്ടിച്ച അതിൻ്റെ ഒരു വശത്ത് ഹെർമോനിയ പർവ്വതമുണ്ട്. ജസ്റ്റ് ഓപ്പോസിറ്റ് കിടക്കുന്ന സ്ഥലമാണ് അമേരിക്കയിലെ ന്യൂ മെക്സിക്കോ. ഒരിക്കൽ കൂടെ സ്തോത്രം. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഹെവൻ എന്നറിയപ്പെടുന്നതായ ഹെർമോനിയ പർവ്വതത്തിലാണ് ദൂതന്മാർ വന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ന്യൂ മെക്സിക്കോ എന്നറിയപ്പെടുന്നതായ സ്ഥലം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആ ഓപ്പോസിറ്റ് സ്ഥലം എന്തായിരിക്കും? നമുക്ക് ലോജിക്കലി വിളിക്കാൻ പറ്റുന്നത് ഗേറ്റ് വേ ഓഫ് ഹെൽ എന്നായിരിക്കും. സോ നരകത്തിൻ്റെ കവാടം എന്നായിരിക്കും. സ്തോത്രം. ആ സ്ഥലത്താണ് നിങ്ങൾ മിക്കവാറും ഫ്ലൈയിങ് സോസർ മറ്റും നിങ്ങൾക്ക് സ്തോത്രം ആൾക്കാർ കണ്ടു എന്ന് പറയുന്നത്. ഫ്ലൈയിങ് സോസർ കണ്ടു എന്ന് പറഞ്ഞാൽ സ്തോത്രം എന്താണ്? അതെ, യുഫോ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളെ കണ്ടു എന്ന് പറയുന്നത്. ഒരു അന്യഗ്രഹ ജീവി നിൻ്റെ ജീവിതത്തിൽ വരികയില്ല. കാരണം നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. സോ ഗേറ്റ് വേ ഓഫ് ഹെവൻ എന്നറിയപ്പെടുന്നതായ ആ ഹെർമോനിയ പർവ്വതത്തിൽ ദൂതന്മാർ നിന്ന് പോലും ബൈബിളിൽ അതിന് തെളിവില്ല. 200 ദൂതന്മാർ ഉണ്ടായിരുന്നു പോലും ബൈബിളിന് അത് തെളിവില്ല. ഇല്ലാത്തത് നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷെ ഒരു കാര്യം ഇത് പുസ്തകം പറയുന്നു, എത്ര ദൂതന്മാരാണെങ്കിലും സ്തോത്രം അവർ ഭൂമിയിൽ വന്നപ്പോൾ അവർ മനുഷ്യപുത്രിമാർ സൗന്ദര്യമുള്ളവർ എന്ന് കണ്ടു. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഭംഗിയില്ലാത്തതിനെ സൃഷ്ടിക്കത്തില്ല. ആദാമിന് ഭയങ്കര സൗന്ദര്യം ഉണ്ടായിരുന്നു. ഹൗവ അമ്മച്ചിക്ക് ഭയങ്കര സുന്ദരി ായിരുന്നു അമ്മച്ചി. ഇത്രയും അസൂയുണ്ട് എൻ്റെ കർത്താവേ. സ്തോത്രം. ആദാമും ഹവ്വയും നല്ല സൗന്ദര്യമുള്ളവരായിരുന്നു. സോ അവർ നോക്ക്, 900 വർഷം വരെയും അന്ന് ആൾക്കാർ ജീവിച്ചിരിക്കുകയാണ്. ചിന്തിച്ചാട്ടെ, 900 വർഷം വരെയും ഒരമ്മച്ചി ജീവിച്ചിരിക്കുകയാണ്. സോ 850 വയസ്സ് വരെയും ആ അമ്മച്ചിക്ക് നല്ല ത്രാണിയുണ്ടെങ്കിൽ, നല്ല തൃണമുള്ള സ്ത്രീകളെന്ന് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ഇസ്രായേലി സ്ത്രീകളെക്കുറിച്ച് പറയുന്നെങ്കിൽ 850 വയസ്സ് വരെയും പ്രസവിക്കുന്ന ഒരു സ്ത്രീയെ ഒന്ന് ചിന്തിച്ചാട്ടെ. യെസ്, തിയോളജിയന്മാർ അങ്ങനെയാണ് പറയുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ തുറച്ചു നോക്കിയിട്ട് കാര്യമില്ല. 100 കണക്കിന് പിള്ളേരെയാണ്
അവർ പ്രസവിപ്പാൻ സാധ്യതയുണ്ടായിരുന്നെന്ന്. 6-ാം അധ്യായം 1-ാം വാക്യം, മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങിയപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. കാരണം ഇത്രയും വർഷം അവർ ജീവിച്ചിരുന്ന 100 കണക്കിന് കുഞ്ഞുങ്ങൾ അവർക്ക് ജനിക്കുകയാണ്. ദൈവം ആദിമ ദമ്പതിമാരെ സൃഷ്ടിച്ചത് ഒത്തിരി സൗന്ദര്യമുള്ളവരായിട്ടാണ്. എല്ലാ കരിവാളിപ്പകളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഓഫ് കോഴ്സ് സൗന്ദര്യം എന്ന് ഞാൻ പറഞ്ഞത് എക്സാക്ട്ലി പുറമേയുള്ളതായ ശരീരത്തിൻ്റെ സൗന്ദര്യമല്ല. നിങ്ങളുടെ ആക്ച്വൽ സൗന്ദര്യം പുറത്തല്ല. ഈ കുഞ്ഞുങ്ങളെ വിവാഹവുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഇരിക്കുന്ന പാരൻസ് ഉണ്ട്, ഓൺലൈൻ കേൾക്കുന്നവരുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, പുറംചന്തം ചതിക്കും. പറഞ്ഞാട്ടെ, പുറംചന്തം ചതിക്കും. ആക്ച്വൽ പേഴ്സണാലിറ്റി എന്ന് ദൈവം പറയുന്നത്, ദൈവവചനം പറയുന്നത് ഗൂഢ മനുഷ്യനെ കുറിച്ചാണ്. അകത്തെ മനുഷ്യനെ എങ്ങനെ ശക്തിപ്പെടുത്തുന്നു? 3 റെഫറൻസ് എനിക്ക് പറയാൻ തക്കൊണ്ട് കഴിയും. കൊലോസ് ലേഖനം, എഫെസ് ലേഖനം, കൊരിന്ത്യ ലേഖനം. 3 റെഫറൻസ് ടോക്കിംഗ് അബൌട്ട് ഇന്നർ മാൻ. പുതിയ നിയമത്തിൽ പ്രാക്ടിക്കലി പറയുന്നത് നിങ്ങളുടെ പുറത്തെ മനുഷ്യനെ കുറിച്ചല്ല. പലരെ ഈ തൊലി മിനിസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കുന്നത്. തോലിനെ എങ്ങനെ കട്ടിങ് ആൻഡ് ഷേവിങ് ആൻഡ് പോളിഷിങ് ആക്കാം, എങ്ങനെ സ്തോത്രം തോലിന് വേണ്ടിയാണ് ചിലർ ജീവിക്കേണ്ടത്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ, പുറത്തെ മനുഷ്യന് വേണ്ടിയാണ് ആഹാരം, പുറത്തെ മനുഷ്യന് വേണ്ടിയാണ് സൗന്ദര്യം. കോസ്മെറ്റിക്സ് പുറത്തെ മനുഷ്യന് വേണ്ടിയാണ്. കോസ്മെറ്റിക്, ഫുഡ്, ഇതെല്ലാം പുറത്തെ മനുഷ്യനാണ്. ഹൗ മച്ച് വാട്ട് യു ആർ ഡൂയിങ് ഫോർ യുവർ ഇന്നർ മാൻ? നിങ്ങളുടെ അകത്തെ മനുഷ്യന് വേണ്ടി എത്ര ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു? ദൈവവചനമായി, ആരാധനയായി, സ്തോത്രം, സ്തുതിയായി, പ്രാർത്ഥനയായി എത്രയാ സമയമാണ് നിങ്ങളുടെ അകത്തെ മനുഷ്യന് വേണ്ടി നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ചപ്പോൾ പുള്ളി ജിമ്മിലേക്ക് പോവുകയാണ്. ഞാൻ ചോദിച്ചു, പോയിട്ട് എപ്പോൾ വരും? സന്ധ്യയ്ക്ക് 7 മണിയാകുന്നേ ഉള്ളൂ, വേറൊരു രാജ്യത്താണ്. എപ്പോൾ വരും? അദ്ദേഹം പറയും 11 കിലോ ആവും. സ്തോത്രം, 4 മണിക്കൂർ ജിമ്മിലാണ്. 4 മണിക്കൂർ ജിമ്മിലാണ്. അപ്പം ഞാൻ അവനോട് എടുത്ത വായോട് ചോദിച്ചു, ഓഹോ, അപ്പം 4 മണിക്കൂർ ജിമ്മിലാണ്. അവിടെ ബാഡ്മിൻ്റൺ ഉണ്ട്, ടെന്നീസ് ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്. വേറൊരു രാജ്യത്തിലാണ് ബാഡ്മിൻ്റൺ, ടെന്നീസ്, ക്രിക്കറ്റ്, ഇതൊക്കെ സ്തോത്രം അതേ ആ ജിമ്മിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ 8 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടായിരിക്കും അല്ലേ 4 മണിക്കൂർ ജിമ്മിൽ പോകുന്നത്? ഓ, മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകാതിരിക്കട്ടെ. സ്തോത്രം. ഞാൻ പറയട്ടെ, നിങ്ങളെ പുറത്തെ മനുഷ്യന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഇരട്ടിയായിരിക്കണം. നിങ്ങളുടെ ആത്മീയരാണോ? ആത്മീയർ മാത്രം സ്തോത്രം പറഞ്ഞാൽ മതി. നിങ്ങളുടെ അകത്തെ മനുഷ്യനാണ് ദർശനങ്ങൾ കാണുന്നത്, അകത്തെ മനുഷ്യനാണ് സ്വപ്നങ്ങൾ പ്രാപിക്കുന്നത്, അകത്തെ മനുഷ്യനാണ് പ്രവചിക്കുന്നത്, പ്രസംഗിക്കുന്നത്, ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നത്. ദൈവം സ്തോത്രം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിലും സ്തോത്രം സൃഷ്ടിച്ചു. ദൂതന്മാർ വന്ന് കണ്ടപ്പോൾ അവർ സൗന്ദര്യമുള്ളവർ എന്ന് കണ്ടു. ദൂതന്മാർക്ക് ഉള്ളതായ ഏറ്റവും പ്രധാനമായ പ്രത്യേകതയാണ് അവർക്ക് ദൈവം നൽകിയിട്ടുള്ള ഒരു അതിരുണ്ടായിരുന്നു. അതിരില്ലാത്ത ഒറ്റ പേഴ്സണാലിറ്റി ഉള്ള ദൈവമാണ്. ബാക്കിയുള്ള എല്ലാവർക്കും ദൈവം ഒരു അതിർത്തി വച്ചിട്ടുണ്ട്. എനിക്കൊരു അതിർത്തിയുണ്ട്. യെസ് ഒരിക്കൽ കൂടെ വിശ്വാസികൾക്ക് വേലിയാണെങ്കിൽ എന്നെപ്പോലെയുള്ള ദൈവദാസന്മാർക്ക് മതിലാണുള്ളത്. ആരോട് പറയാൻ? ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ സ്തോത്രം. വിശ്വാസികൾക്ക് ദൈവം വേലിയാണ് വച്ചിട്ടുള്ളതെങ്കിൽ ദൈവദാസന്മാർക്ക് വേണ്ടി ദൈവം വച്ചിട്ടുള്ളത് മതിലാണ്. ലോക്കൽ പട്ടാളക്കാരനെ സ്തോത്രം സംരക്ഷിക്കുന്നത് പോലെയല്ല ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യൻ കരസേന മേധാവിയെ സംരക്ഷിക്കുന്നത്. ഓ കമോൺ, ഹല്ലേലൂയ. കാത്തോളണേ അപ്പാ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ ഏതൊരു ഹയാർക്കിയിലാണോ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത്, എത്രത്തോളം ഉയരങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നു, അത്രത്തോളം നിങ്ങൾക്ക് സൂക്ഷ്മത ആവശ്യമല്ല, അത്യാവശ്യമാണ്. എത്രത്തോളം ഉയരങ്ങളിലേക്ക് ദൈവം നിങ്ങളെ നടത്തുന്നു, അത്രത്തോളം സൂക്ഷ്മത നിങ്ങൾക്ക് ആവശ്യമാണ്. അതിർത്തി ഇല്ലാത്തവന് ദൈവം മാത്രമാണ്. ദൂതനാണെങ്കിൽ പോലും അഫ്കോഴ്സ് ദൈവമക്കൾക്ക് ചുറ്റും ഒരു പരിധി ദൈവം വച്ചിട്ടുണ്ട്. ഈ പരിധി കടക്കല്ല്. നിങ്ങളുടെ അധരത്തിനൊരു പരിധിയുണ്ട്. ദാറ്റ് മീൻസ് വാചമടിച്ച് കളയാനുള്ളതല്ല നാവ്. നിങ്ങളുടെ ഫോണിന് പോലും ഒരു പരിധിയുണ്ട്. ബാക്കിയുള്ളവർ സെർച്ച് ചെയ്യുന്ന എല്ലാ ഏരിയയിലും കയറി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല. മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ദൈവം നിങ്ങൾക്കൊരു പരിധി വച്ചിട്ടുണ്ട്. പോയിന്റ് ഇതാണ്, ദൂതന്മാർക്ക് ദൈവം വെച്ചിട്ടുള്ള ഒരു പരിധി ഉണ്ടായിരുന്നു. അവർക്കൊരിക്കലും ശാരീരിക ബന്ധം പാടില്ല. അവർക്ക് ശാരീരിക ബന്ധം എവിടെയാണ് ആ റെഫറൻസ് കിടക്കുന്നത്? മർക്കോസ് വിശേഷം 12-ാം അധ്യായം 25-ാം വാക്യം. മർക്കോസ് വിശേഷം 12-ാം അധ്യായം 25-ാം വാക്യം. പെട്ടെന്ന് നോക്കിയാട്ടെ. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹത്തിന് കഴിക്കയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകും. ഒരിക്കൽ കൂടെ, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ സ്തോത്രം. ദൈവമക്കളെ കുറിച്ച് പറയുകയാണ്. കർത്താവ് കടന്നു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അവരെങ്ങനെ
എങ്ങനെയായിരിക്കും? അവർ വിവാഹം കഴിക്കയില്ല, വിവാഹത്തിന് കൊടുക്കയില്ല. സ്തോത്രം. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകും. അപ്പോൾ ദൂതന്മാർക്ക് ശാരീരിക ബന്ധം, സെക്ഷൽ കോണ്ടാക്ട്, ഫിസിക്കൽ റിലേഷൻ, സ്തോത്രം ഇല്ലാതെയാണ് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് മനുഷ്യർക്ക് മാത്രം ദൈവം നൽകിയതായ ഒരു വിശുദ്ധമായ ദൈവിക ദാനമാണ്. ഒരിക്കൽ കൂടെ, വിശുദ്ധമായ ദൈവിക ദാനമാണ്. വിവാഹം കഴിച്ചവർ എന്നെ കേൾക്കുന്നു, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുട്ടികൾ എന്നെ കേൾക്കുന്നു. മനസ്സിലാക്കുക, അത് ഇച്ഛിച്ചല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് വിശുദ്ധമാണ്. കാരണം ദൈവം അത് പറഞ്ഞത്, ദൈവം അത് നിയമിച്ചത് മനുഷ്യൻ വീണ് പോയതിന് ശേഷമല്ല, വീഴുന്നതിന് മുൻപാണ് ദൈവം അത് നിയമിച്ചത്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്ക്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1:27-28. സ്തോത്രം. വീഴ്ചയ്ക്ക് മുമ്പാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി സ്തോത്രം നിറഞ്ഞ് ഭൂമിയെ അടക്കി വാഴുവേൻ. ഒരിക്കൽ കൂടെ, സന്താന പുഷ്ടിയുള്ളവരായി. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി, സന്താന പുഷ്ടിയുള്ളവരായി. ഉൽപ്പത്തി 1:27-28. ദൈവം അവരെ അനുഗ്രഹിച്ച്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയുടെ മേലും സകല ഭൂചര ജന്തുവിൻ്റെ മേലും വാഴുവേൻ. ഹല്ലേലൂയ. അപ്പോൾ സന്താന പുഷ്ടിയുള്ളവരാകാൻ എങ്ങനെയാണ് സന്താന പുഷ്ടിയുള്ള? ഫിസിക്കൽ അസോസിയേഷനിലാണ്, ശാരീരിക ബന്ധത്തിലാണ്. ഇത് വീഴ്ചയ്ക്ക് ശേഷമല്ല ദൈവം പറഞ്ഞത്, വീഴ്ചയ്ക്ക് മുമ്പാണ് ദൈവം പറഞ്ഞത്. അതുകൊണ്ട് ഭർത്താക്കന്മാരെ, ഭാര്യമാരെ മനസ്സിലാക്കുക, while you are having the union with your godly spouse, ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി വരുമ്പോൾ ഈ പുസ്തകം പറയുന്നു അത് ദൈവകൃപയാൽ വിശുദ്ധമാണ്. നല്ലത് ഭൂമിയിലെ മനുഷ്യർക്ക് മാത്രം ദൈവം കൊടുത്തതായ കാര്യമാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഭൂമിയിലെ മനുഷ്യർക്ക് മാത്രം ദൈവം കൊടുത്തു. അല്ലാതെ സ്വർഗത്തിലെ ഗബ്രിയേലേ, മിഖായേലേ, നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാം, നിങ്ങൾ എൻ്റെ അതല്ല. അത് ദൂതന്മാർക്കുള്ളതല്ല, അത് മനുഷ്യർക്ക് മാത്രമുള്ളതാണ്. മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞേ. സ്തോത്രം. അത് ദൂതന്മാർക്കില്ലാത്തതാണ്. എന്നാൽ മനസ്സിലാക്കുക, ഈ ദൂതന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. അത് പറഞ്ഞ ആ പോയിന്റിലേക്ക് ഞാൻ വീണ്ടും വരാം. ദൂതന്മാർ, സ്തോത്രം, ദൂതന്മാർക്കുള്ള പ്രത്യേകത, അവർ ജീവിക്കുന്ന വേറൊരു മണ്ഡലത്തിലാണ്, വേറൊരു ഡയമെൻഷനിലാണ്. ഒരിക്കൽ കൂടെ, ദൂതന്മാർ ജീവിക്കുന്ന വേറൊരു മണ്ഡലത്തിലാണ്, വേറൊരു ഡയമെൻഷനിലാണ്. അവർക്ക് ഭൗമ മണ്ഡലത്തിലേക്ക് ഇറങ്ങി വരുവാൻ കഴിയും. ഗബ്രിയേലിൻ്റെ മുൻപിൽ ദൂതൻ നിന്നപ്പോൾ, സഖര്യാവിൻ്റെ മുൻപിൽ ഗബ്രിയേൽ നിന്നപ്പോൾ, മറിയയുടെ മുൻപിൽ സ്തോത്രം ഗബ്രിയേൽ നിന്നപ്പോൾ, ദൂതൻ ദാനിയേലിൻ്റെ മുൻപിൽ നിന്നപ്പോൾ, മറ്റൊരു ദൂതൻ പത്രോസിൻ്റെ മുൻപിൽ നിന്നപ്പോൾ, ദൂതൻ സ്തോത്രം ദൈവദാസന്മാരുടെ മുൻപിൽ പൗലോസിൻ്റെ മുൻപിൽ നിന്നപ്പോൾ, ഫിസിക്കൽ ഡയമെൻഷനിലേക്ക് അവർ ഇറങ്ങി വന്നു. ഭൗമ മണ്ഡലത്തിൽ അവർക്ക് ഇറങ്ങി വന്ന് പ്രത്യക്ഷപ്പെടുവാൻ കഴിയും. പക്ഷെ അതേ സമയത്ത് തന്നെ ഒരൊറ്റ സെക്കൻഡ് കൂടി അവർക്ക് സ്തോത്രം മറ്റേ സ്വർഗീയ മണ്ഡലത്തിലേക്ക് അവർക്ക് മാറുവാനും കഴിയും. യെസ്, ഹല്ലേലൂയ. ഫിസിക്കൽ മണ്ഡലത്തിൽ പുറമേയുള്ള കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ ദൂതന്മാർക്ക് ഇന്നും ഇറങ്ങി വരുവാൻ കഴിയും. കമാൻ. അന്യഭാഷ കൊണ്ട് തീരുന്നതല്ല ആത്മീയം. ഹല്ലേലൂയ. സ്തോത്രം. അതെ, തിരുവചനം പറയുന്നു, ഒരു ഡിസ്മിസ് ഓർഡർ ദൈവം ഒരു രാജാവിന് ഒരിക്കൽ എഴുതുകയുണ്ടായി. ഒരു ദൂതനായിരിക്കാം എഴുതാൻ സാധ്യതയുള്ളത് എന്ന് വെക്കുക. സ്തോത്രം. മെനെ തെക്കേ റൂഫസീൻ. അവിടെ തിരുവചനത്തിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ കാണാൻ കഴിയും, 5-ാം അധ്യായത്തിൽ ഒരു കൈ അത് എഴുതി. ദാറ്റ് മീൻസ് ആ വ്യക്തിയെ കാണാൻ പറ്റുന്നില്ല, ആ കൈയെ മാത്രം കാണാൻ പറ്റുന്നു. അവിടെ ദൂതൻ സ്തോത്രം ഇറങ്ങി വന്നില്ല. കാരണം അതൊരു കള്ള് ഷോപ്പിന് തത്തുല്യമായി ഒരു ബാർ എന്നതുപോലെ എല്ലാവരും അടിച്ച് നിറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അശുദ്ധ മണ്ഡലത്തിൽ ഒരിക്കലും വിശുദ്ധിയുടെ സാന്നിധ്യം വെളിപ്പെടുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ വീട് വിശുദ്ധമായിരിക്കണം, നമ്മുടെ ബെഡ് വിശുദ്ധമായിരിക്കണം, ബെഡ്റൂം വിശുദ്ധമായിരിക്കണം, ചർച്ച വിശുദ്ധമായിരിക്കണം. അവിടെ മാത്രമേ വിശുദ്ധനായ ദൈവത്തിന് പ്രത്യക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. വേണമെങ്കിൽ ദാര്യാവശ്യത്തിന് മുമ്പിൽ ദൂതൻ അങ്ങ് പ്രത്യക്ഷപ്പെട്ടവനെ അടിച്ചപ്പം തന്നെ കൊല്ലാമായിരുന്നു. ദൈവം അത് ചെയ്തില്ല. അശുദ്ധിയുടെ മണ്ഡലത്തിൽ വിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ കൈ മാത്രമാണ്, അല്ലെങ്കിൽ ദൂതൻ്റെ കൈ മാത്രമാണ് ഇറങ്ങി വന്നിട്ട് 4 പദം എഴുതിയത്, മെനെ തെക്കേ റൂഫാസീൻ. സോ ഫിസിക്കലി വേണമെങ്കിൽ അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യുവാൻ കഴിയും. ആർക്ക്? ദൂതന്മാർക്ക്. സോ ഇതുപോലെ ഇൻവിസിബിളായി, സ്പിരിച്വൽ ബീയിങ് ആയി, സ്പിരിറ്റ് മണ്ഡലത്തിൽ, ആത്മമണ്ഡലത്തിൽ, അദൃശ്യ മണ്ഡലത്തിലായിരുന്ന ദൂതന്മാർ ഫിസിക്കലി അവർ സ്തോത്രം ഫിസിക്കലി ശരീരത്തിൽ അവർ ഇറങ്ങി വന്നിട്ട് സ്തോത്രം സൗന്ദര്യമുള്ളതായ സ്ത്രീകളെന്ന് കണ്ട് അവരുടെ അടുക്കൽ പോയി മല്ലന്മാർ ജനിക്കുകയുണ്ടായി.
അടുത്ത കാഴ്ചകളിൽ ദുരാത്മാവിനെ കുറിച്ചും മറ്റും ഞാൻ പറയുമ്പോൾ സ്തോത്രം അതെ ബാക്കി പറയാം. അങ്ങനെ ദൈവം കൊടുത്തിരുന്നതായ ആ പരിധിയെ അവർ ലംഘിച്ചു. ആ ഏരിയ നിങ്ങൾക്കുള്ളതല്ല, അത് മനുഷ്യർക്കുള്ളതാണ്. പക്ഷേ ആ ഏരിയ സ്തോത്രം അവർ ലംഘിച്ചപ്പോൾ അവരെ ദൈവം സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ദേ ആർ കോൾഡ് ദ ഫാളൻ ഏഞ്ചൽസ്. അവരാണ് സ്തോത്രം വീണുപോയ ദൂതന്മാർ. രണ്ട് വാക്യം കൂടെ നമുക്ക് വായിച്ചു പോകാം. യൂദയുടെ ലേഖനം 6-ാം വാക്യം, യൂദയുടെ ലേഖനം 6-ാം വാക്യം, അതുപോലെ 2 പത്രോസിൻ്റെ ലേഖനം 2 അധ്യായം 4-5 വാക്യം. യൂദയുടെ ലേഖനം 6-ാം വാക്യം നോക്കിയാട്ടെ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ, ഹല്ലേലൂയ, the angels which kept not their first estate, that means തങ്ങളുടെ വാഴ്ച, തങ്ങൾക്ക് ദൈവം കൊടുത്തിരുന്ന സ്ഥലം, ദൈവം തങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു സ്ഥാനം, മീനിങ് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. സ്വന്തം ജീവൻ പോയാലും ദൈവം നിനക്ക് തന്നിട്ടുള്ള സ്ഥാനം കളയല്ല. കൊയറിലായിരിക്കാം, യൂത്ത് മീറ്റിങ്ങിലായിരിക്കാം, സൺഡേ സ്കൂളിലായിരിക്കാം, ശുശ്രൂഷകളിലായിരിക്കാം, ദൈവം നമുക്ക് തന്നിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. കളയാൻ എളുപ്പം, കൊണ്ട് നടക്കാൻ വളരെ പ്രയാസം. വേറെ ഒന്നും എഴുതിയില്ലെങ്കിലും ഇത് എഴുതിയെടുക്കുക. കളയാൻ വളരെ എളുപ്പം, കൊണ്ട് നടക്കാൻ വളരെ പ്രയാസം. കളയാൻ വളരെ എളുപ്പം, ഒറ്റ ദിവസം മതി, ഒറ്റ ദിവസം വേണ്ട, ഒരു ദിവസം വേണ്ട, ഒരു സെക്കൻഡ് മതി. കളയാൻ വളരെ എളുപ്പം, കൊണ്ട് നടക്കാൻ വളരെ പ്രയാസം. ഇവിടെ അതാണ് സംഭവിച്ചത്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. മധ്യപൂർവ്വ ദേശത്ത് മരുഭൂമിക്ക് കീഴിൽ ഒരു പ്രത്യേക ചേംബറിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് തിയോളജിയന്മാർ മിക്കവാറും പേർ പറയും. എന്തിനു വേണ്ടി? അന്ത്യന്യായവിധിക്ക് വേണ്ടി. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-12 വാക്യത്തിൽ കാണുന്നില്ലേ? വെള്ള സിംഹാസന ന്യായവിധി. വെള്ള സിംഹാസന ന്യായവിധിയിൽ ദൈവമില്ലാത്ത, യേശുവില്ലാത്ത എല്ലാ പാട്ടുകാരും, യേശുവില്ലാത്ത സിനിമാ നടന്മാരും, സിനിമാ നടിമാരും, പ്രസിഡന്റുമാരും, പ്രധാനമന്ത്രിമാരും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് അരുളി ചെയ്ത കർത്താവ് യേശുവിനെ വിട്ട് സ്തോത്രം ജീവിക്കുന്ന ആരാണെങ്കിലും ഭയന്നും വിറച്ചും നിലവിളിച്ചും നിൽക്കുന്ന ഭയങ്കര ദിവസമായിരിക്കും ന്യായവിധി ദിവസം. കാരണം മറ്റൊരുത്തൻ്റെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഒരൊറ്റ നാമമേയുള്ളൂ, യേശു എന്ന നാമം. ന്യായവിധിയിൽ നിന്ന് തപ്പിടുവാൻ, തമിഴാണ് ഞാൻ പറഞ്ഞത്, ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വാതിലുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ബാക്കിയുള്ള എല്ലാവരും അന്ത്യന്യായവിധികൾ സ്തോത്രം അതെ ശിക്ഷിക്കപ്പെടുന്നത് പോലെ ആ കൂട്ടത്തിൽ ഈ സ്തോത്രം ദൂതന്മാരെയും ദൈവം ന്യായം വിധിക്കും. പൗലോസ് ഇപ്രകാരം സഭയെ നോക്കി പറയുന്നു, നിങ്ങൾ ദൂതന്മാരെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ? മറ്റൊരു സബ്ജക്റ്റാണ് സ്തോത്രം. സോ വാഴ്ച വാഴ്ച കാക്കാത്ത ദൂതന്മാർ അവരിതാ സ്തോത്രം ഇരുട്ടറയിൽ ന്യായവിധി കാത്തു കിടക്കുകയാണ്. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങളിലേക്ക് കൂടെ കടന്നു വന്നാട്ടെ. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ നോക്കിയേ. 2 പത്രോസ് 2:4-5 പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ, എല്ലാവരും പറഞ്ഞാട്ടെ ആദരിക്കാതെ. ഒരിക്കൽ കൂടെ ഈ ബൈബിൾ സ്റ്റഡിയുടെ അവസാനം വീണ്ടും ഞാനത് പറയും. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ, എവിടെ? അന്ധതമസിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു അന്ധകാരമെന്ന്, അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധി കാപ്പാൻ കൽപ്പിക്കുകയും സ്തോത്രം പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തി കെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും. അപ്പം നോഹയുടെ കാലത്തെക്കുറിച്ച് എഴുതിയ ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നമ്മൾ വായിച്ച ആ വാക്യം 1 മുതൽ 4 വരികയാണ്. സ്തോത്രം 6-8 നിങ്ങൾ വായിക്കുമ്പോൾ, 7-8 വായിക്കുമ്പോൾ, എന്നാൽ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കണ്ണിൽ കൃപ ലഭിച്ചു. സോ ഈ സംഭവം നടക്കുന്നത് നോഹയുടെ കാലം. പറഞ്ഞാട്ടെ ഏത് കാലമാണ്? ശബ്ദമുയർത്തി പറ. നോഹയുടെ കാലം. അപ്പം നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത, നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത ഏതവളപ്പ് കൂടെ വേണമെങ്കിലും പോകാം, ഏതവൻ്റെ കൂടെ വേണമെങ്കിലും ശയിക്കാം, പരിധിയില്ലാതെ ആരെ കൂടെ വേണമെങ്കിലും സ്റ്റേ ഇൻ ടുഗദർ. ആരുടെ കൂടെ വേണമെങ്കിലും സ്തോത്രം സ്റ്റേ ഇൻ ടുഗദർ. കമ്പനികളിൽ, IT ഫീൽഡിൽ, മറ്റു തര ക്രമത്തിൽ ജീവിക്കുമ്പോൾ സ്തോത്രം ആരുടെ കൂടെയാണെങ്കിലും, കല്യാണം കഴിക്കണമെന്നില്ല, സ്റ്റേ ഇൻ ടുഗദർ. എക്സാക്ട്ലി അങ്ങനെ ഒരു കാലം ഇതാ നടന്നിട്ടിരിക്കുക. അങ്ങനെ ഒരു കാലം വന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ച് തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് നോഹയുടെ കാലം.
അന്ത്യകാലത്തിൻ്റെ പ്രത്യേകത. സ്റ്റേയിൻ ടുഗദർ. ആരെ കൂടെ വേണമെങ്കിലും പോകാം, എത്ര എണ്ണത്തിൻ്റെ കൂടെ വേണമെങ്കിലും പോകാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. നോഹയുടെ കാലം. സ്തോത്രം. സോ അങ്ങനെ വഴി പിഴച്ചതായ ഒരു വല്ലാത്ത തലമുറ. സ്തോത്രം. സോ ആ സമയത്ത് ദൂതന്മാർ ഇതാ സൗന്ദര്യമുള്ള സ്ത്രീകളെ കണ്ടിട്ട് സ്തോത്രം അവരുടെ അടുക്കലേക്ക് പോയി. അവർ വീണുപോയ ദൂതന്മാരായി. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ അതിർത്തികൾ ലംഘിക്കുമ്പോൾ നമ്മൾ വീണു പോകുന്നു. നമ്മൾ അതിർത്തിക്കുള്ളിലാകുമ്പോൾ കൃപയാൽ നാം പാലിക്കപ്പെടുന്നു. ഒരിക്കൽ കൂടെ, അതിർത്തികൾ ലംഘിക്കുമ്പോൾ നമ്മൾ വീണു പോകുന്നു, അതിർത്തിക്കുള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾ പാലിക്കപ്പെടുന്നു. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, നമുക്കുള്ള ആതിരുണ്ട്. പറഞ്ഞാട്ടെ, നമുക്കൊരു ആതിരുണ്ട്. സോ എല്ലാ കുട്ടികളും മനസ്സിലാക്കണം, നിങ്ങൾക്കൊരു ആതിരുണ്ട്. എല്ലാ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കൊരു പരിധിയുണ്ട്, ഒരു ആതിരുണ്ട്. ആ അതിർത്തിക്കുള്ളിൽ ജീവിപ്പാൻ ഇത് മാനുഷികമായ ബലം കൊണ്ട് പറ്റത്തില്ല. കർത്താവ് കൃപ നൽകി നമ്മെ പാലിക്കട്ടെ. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. സ്തോത്രം. അപ്പോൾ എല്ലാ ദൂതന്മാരും വീണ് പോയോ? നോ 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 നോ. ദൂതന്മാർ എല്ലാവരും വീണ് പോയില്ല. സ്തോത്രം. ഒരു ചെറിയൊരു ഭാഗമാണ് അത് വീണ് പോയത്. 1/3 ഏഞ്ചൽസ്, 3/1 ദൂതന്മാർ വീണ് പോയി എന്ന് സ്തോത്രം മിക്കവാറും പേർ പറയും. ഞാൻ അടുത്ത സെഷനിലേക്ക്, അടുത്ത ദിവസങ്ങൾ അതിനെക്കുറിച്ച് പറയും. സ്തോത്രം. അപ്പോൾ ഭൂരിപക്ഷം സ്തോത്രം വീഴാത്തവരാണ്. ഈ ദൂതന്മാരെ ഭൂരിപക്ഷം വീഴാത്തവരാണ്. സോ ദൈവദാസന്മാർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ സ്തോത്രം ഒരു ഭാഗം കാണും. പക്ഷെ ഭൂരിപക്ഷം ഇന്നുമുണ്ട്. ഹല്ലേലൂയ. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ? റിയലി? വീട്ടിൽ ഒറ്റയാണ് കഞ്ഞി വെക്കത്തില്ലെന്ന് തോന്നുന്നു. കമാൻ. ഹല്ലേലൂയ. ഹോട്ടലിൽ കയറി. പക്ഷേ സ്തോത്രം, കഴിഞ്ഞ ദിവസം നിങ്ങൾ ടി വിയിൽ കണ്ടു കാണും. അയ്യോ, ആ അടുക്കള കണ്ട 21 ദിവസം അറിയാതെ ഉപസിച്ചു പോകും. ഒരു ഹോട്ടലിൻ്റെ അടുക്കളയെ അത് കണ്ടാലേ 21 ദിവസം അറിയാതെ ഉപസിച്ചു പോകും. സ്തോത്രം. ഇതാണ് ഹോട്ടലിൻ്റെ പിന്നാമ്പുറങ്ങൾ. പക്ഷേ സ്തോത്രം, ചില കള്ള നാണയങ്ങൾ അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ ബാക്കി എല്ലാവരും അങ്ങനെയാണോ? എല്ലാവരും അങ്ങനെയല്ല. നന്നായി മാന്യമായി നന്നായി സ്തോത്രം ഭക്ഷണം അതേ നമ്മുടെ മുൻപിൽ വിളമ്പുന്നതായ നല്ല നല്ല ഹോട്ടൽസ് ഉണ്ടായിരിക്കാമെന്നല്ല, ഉണ്ട്. സ്തോത്രം. സോ ഹോട്ടൽ ബിസിനസ് ആകട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ, ഇതുപോലെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് എടുത്താലും ചില കള്ള നാണയങ്ങളുണ്ട്. ഇതുപോലെ ദൂതന്മാരുടെ കേസ് നോക്കുമ്പോഴും വീണുപോയ കുറച്ചെണ്ണം ഉണ്ട് എന്ന് വിചാരിച്ച് കാണുന്ന എല്ലാവരും വീണുപോയി എന്ന് പറയരുത്. ഹല്ലേലൂയ. നിൽക്കുന്നവർ ഇന്നുമുണ്ട്. വേദപുസ്തകം വീണുപോയവൻ്റെ ചരിത്രമല്ല. ആകയാൽ സാക്ഷികളെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, സാക്ഷികളെ എത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതിനെ കൊണ്ട്. നിങ്ങൾ ചില ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ അവൻ വീണു, മറ്റവൻ പൊളിഞ്ഞു, അവൻ്റെ ചർച്ച പോയി, അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്ന നെഗറ്റീവ് ടോക്സിക് പീപ്പിളുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യല്ലേ. സ്തോത്രം. നിങ്ങൾ അതേ ദൈവകൃപയിൽ നിൽക്കുന്ന വ്യക്തികളെ, കൃപയിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് പറവാനുള്ളത് അവർ ജയിച്ചു. അവർ യേശുവിനെ സ്നേഹിച്ച്, അവർ പ്രശ്നങ്ങളെ തരണം ചെയ്ത്, അവർ ഹല്ലേലൂയ, അവർ മിഷൻ സ്റ്റേഷൻ സ്ഥാപിച്ചു, അവർ ആത്മാക്കളെ നേടി, അവർ ചർച്ചസ് എസ്റ്റാബ്ലിഷ് ചെയ്തു, അവർ സഭകളെ സ്ഥാപിച്ചു, ദൈവകൃപയിൽ മുന്നോട്ട് പോയി. ഹല്ലേലൂയ. സ്തോത്രം. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ. നാറിയ കഥ പറയുന്ന ഒറ്റ എണ്ണത്തിൻ്റെ അടുത്ത് പോലെ പറ. നാറ്റ കഥ പറയുന്ന ഒരു ചേച്ചിയുടെ അടുത്തും പോകല്. കാരണം സ്തോത്രം, അതേ സുവിശേഷം നാറ്റമല്ല, സുവിശേഷം നറുമണമാണ്. ഹല്ലേലൂയ. സ്തോത്രം. തിരുവചനത്തിൽ അതെ ഒരു വിഭാഗം ദൂതന്മാർ വീണുപോയി എന്ന് വിചാരിച്ച് എല്ലാവരും വീണുപോയില്ല. സോ നിൽക്കുന്ന ദൂതന്മാരെക്കുറിച്ച്, ദൈവത്തിൻ്റെ ദൂതന്മാരെക്കുറിച്ച് നമുക്ക് സ്തോത്രം ചില കാര്യം ചിന്തിച്ച് ഇന്ന് രാത്രി നമുക്ക് പിരിഞ്ഞു പോകാം. ദൈവത്തിൻ്റെ ദൂതന്മാർ എത്ര കാറ്റഗറി എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. 12 ആണോ 9 ആണോ? ഞാൻ ഒരു 7 പേരെക്കുറിച്ച് പെട്ടെന്ന് പറയാം. സ്തോത്രം. അതെ, കഴിഞ്ഞ ആഴ്ച ഹയാർക്കിയെക്കുറിച്ച്, ദൂതന്മാരുടെ ശ്രേണിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഓരോരുത്തരുടെ ഹയാർക്കി അനുസരിച്ച്, അവരുടെ ശ്രേണി അനുസരിച്ചാണ് ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 1:16 കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതാണ്. ഇന്നത് തൊടാൻ നേരമില്ല. ഉന്നതരായ അല്ലെങ്കിൽ ഉയർന്ന മേഖലയിലുള്ള ദൂതന്മാരാണെങ്കിൽ അവരുടെ ഉത്തരവാദിത്വവും വലുതായിരിക്കും. ഞങ്ങൾ ചർച്ചിൽ വലുതാണ് എന്നാർക്കെങ്കിലും തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഉറക്കം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. പോയി ഒറ്റ എണ്ണം സ്തോത്രം പറയുന്നില്ല. ഞങ്ങൾ കിണ്ടത്തിൽ വലിയവരാകണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, സമയത്തിന് ഉറങ്ങാൻ പറ്റില്ല, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇന്ന് കൈവിട്ടു പോയി.
മനസ്സിലായോ? ഇല്ല, 8 മണിക്കൂർ എൻ്റെ അച്ചായൻ ഉറങ്ങിയില്ലെങ്കിൽ പുള്ളിക്ക് BP കൂടും. കുഞ്ഞേ, ഞായറാഴ്ച വന്ന് കൈയടിച്ച് താളത്തിന് പാട്ടുപാടി നേരെ വീട്ടിൽ പൊക്കോ. പകരം കർത്താവിൻ്റെ ഉണർവിന് വേണ്ടി അല്ലെങ്കിൽ വലിയ പ്രവൃത്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം, ദൈവനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ നിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്നെ അല്ല അവൻ ഇരുത്തുന്നത്, വേറെ വല്ലവരെയും അല്ല ഇരുത്തുന്നത്, കർത്താവായിരിക്കും കയറിയിരിക്കുന്നത്. കാരണം ദൈവം ഉപയോഗിക്കുന്നവരുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പോകത്തില്ല. ഹല്ലേലൂയ. എന്നോട് സ്തോത്രം എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സ്തോത്രം അതെ ഓടി നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഓടി നടക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, സ്തോത്രം, ഇവിടെ ഇല്ലാത്തതിനായി സ്തോത്രം. കാരണം എന്താ, എന്നെ ഇരുത്തുന്നവരെയല്ലേ എനിക്ക് വേണ്ടിയത്, കുറച്ചുകൂടെ വേഗത്തിൽ ഓടിപ്പിക്കുന്നവരെയാണ് നമുക്ക് വേണ്ടിയത്. ഓക്കെ, സ്തോത്രം. പോയിന്റ് ഇതാണ്, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ 7 കാറ്റഗറിയെക്കുറിച്ച് പറയട്ടെ. ഒന്ന്, സ്വർഗീയ സൈന്യം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വർഗീയ സൈന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യം. യേശു കർത്താവ് ജനിക്കുകയാണ്. യേശു എവിടെയാണ് ജനിച്ചത്? സിഡ്നിയിലാണോ, മെൽബണിലാണോ, ലോസ് ഏഞ്ചൽസാണോ, ന്യൂയോർക്കാണോ? യേശു എവിടെയാണ് ജനിച്ചത്? പറ. യേശു എവിടെയാണ് ജനിച്ചത്? അതുപോലെ അറിയാത്തവർ. യേശു എവിടെയാണ് ജനിച്ചത്? പറ. ബെത്ലഹേമിലാണ് കർത്താവ് ജനിച്ചത്. സോ ബെത്ലഹേമിൽ കേട്ടതായ ഒരു പാട്ടാണ് എനിക്ക് പറയാനുള്ളത്. പോയിന്റ് നമ്പർ 1. ഒന്നാമത്, ബെത്ലഹേമിൽ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. യേശു ജനിച്ചതോടെ കരച്ചിലോടെയല്ല, പാട്ടോടെയാണ്. നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങൾ കരഞ്ഞു. സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞ് ജനിച്ചപ്പോഴും നിങ്ങൾ കരഞ്ഞു. മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, കുട്ടി ജനിക്കുമ്പോൾ കരയും. കരഞ്ഞില്ലെങ്കിൽ അതിനെ കരയിപ്പിച്ചിരിക്കും. അത് കരഞ്ഞില്ലെങ്കിൽ എന്തോ പ്രോബ്ലമാണ്. പക്ഷേ യേശു കർത്താവ് ജനിച്ചപ്പോൾ കരഞ്ഞു എന്നല്ല വേദപുസ്തകം പറയുന്നത്, ദൂതന്മാർ പാടി എന്നാണ് സ്തോത്രം ദൈവവചനം പറയുന്നത്. അർത്ഥം, യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്നവനാണ് യേശു. ഹല്ലേലൂയ, സ്തോത്രം. സോ യേശുവുള്ള ജീവിതം പാട്ടോടെ തുടങ്ങുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, കർത്താവിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നിന്ന് കുരുത്തോലയോടെ സ്തോത്ര കുഞ്ഞാടിനെ മണവാട്ടി പാടുകയാണ്. ഒരിക്കൽ കൂടെ പാട്ടോടെ ജീവിതം തുടങ്ങി അവസാന പാട്ടിൽ നിത്യതയിൽ അവസാനിക്കുന്നതാണ് യേശുവുള്ള ജീവിതം. അല്ലാതെ അയ്യം വിളിക്കുന്നതല്ല. അയ്യോ, നോ. കാരണം ക്രൂശിൽ യേശു അയ്യോ പറഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ അയ്യം വിളിയില്ല. എന്തോ തിരമാല വന്നാലും, എന്തോ കൊടുങ്കാറ്റ് വന്നാലും, എന്തോ വെല്ലുവിളി വന്നാലും നിങ്ങളെ വിളിക്കുന്നില്ല. സ്തോത്രം. നിങ്ങളെ കാണുന്നവരും അയ്യോ അവൻ അങ്ങനെ പറ്റിയോ, അവക്കങ്ങനെ പറ്റിയോ, നോവേ. കാരണം സ്തോത്രം, ഹമാരാ പരമേശ്വർ ജിന്ദാ ഹൈ. എനിക്കത് മാത്രം പറയാനേ അറിയത്തുള്ളൂ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നവനാണ്. സ്തോത്രം. അതുകൊണ്ട് അയ്യം വിളി നമുക്കുള്ളതല്ല. സ്വർഗീയ സൈന്യം. പോയിന്റ് നമ്പർ 1, സ്വർഗീയ സൈന്യം. സ്തോത്രം. സ്വർഗീയ സൈന്യം. ദൂതന്മാർ ആരാണ്? അവർ സ്വർഗത്തിലെ സൈന്യമാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 10-ാം വാക്യം ആ സൈന്യത്തിൻ്റെ വലിപ്പം പറയുന്നു. വെളിപ്പാട് 5:10. സ്തോത്രം. എന്താണ്? അവർ 1000-1000മായും സ്തോത്രം 10,000-10,000മായും. വെളിപ്പാട് 5:10 മേലെയും താഴെയും കൂടെ നിങ്ങൾ നോക്കിയാൽ അവർ പാടുന്ന പാട്ടിനെ കുറിച്ച് 11-ാം വാക്യം. താങ്ക് യു മോനെ. അതിൻ്റെ 11-ാം വാക്യം. ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു, അവരുടെ എണ്ണം 10,000 10,000-ഉം 1000 1000-ആയും. സ്തോത്രം. ഗുണിച്ചാട്ടെ. 10,000 ഗുണം 10,000 ഗുണം 1000 ഗുണം 1000. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും, ഭൂമിയിൽ ഇന്നുള്ള ജനസംഖ്യയേക്കാൾ ഏറ്റവും വലിയൊരു ഭയങ്കര സൈന്യമാണ്. ലോകത്തിൽ ഇന്നുള്ള ജനസംഖ്യയേക്കാൾ വലിയൊരു സൈന്യമാണ് സ്വർഗത്തിലുള്ളത്. എൻ്റെ കർത്താവിന് ആൾക്കൂട്ടം ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കൽ കൂടെ, കർത്താവിന് ആൾക്കൂട്ടം ഭയങ്കര. അതുകൊണ്ടാണ് ജനത്തെ കണ്ടപ്പോൾ കർത്താവ് മനസ്സലിഞ്ഞത്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം, കർത്താവേ ധാരാളം ആത്മാക്കൾ രക്ഷിക്കപ്പെടണം, ധാരാളം ആത്മാക്കൾ സ്നാനപ്പെടണം, ധാരാളം ആത്മാക്കൾ ഈ കാണുന്ന എല്ലാ സഭകളിൽ വന്ന് നിറയണം. ഞങ്ങൾ മാത്രം വളരണം എന്നുള്ള സെൽഫിഷല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ കിങ്ഡമായി. നിങ്ങളുടെ ശരീരം ചെറുതാണ്, നിങ്ങളുടെ ഹൃദയം വലുതാണ്. ഒരിക്കൽ കൂടെ, വലിയ മനസ്സുള്ളവൻ്റെ സഭയെ വളരത്തുള്ളൂ, വലിയ ഹൃദയമുള്ളവരുടെ ശുശ്രൂഷയെ വളരത്തുള്ളൂ. അതുകൊണ്ട് കർത്താവെ ആൾക്കാരെ കൊണ്ട് നിറയ്ക്കണമേ. കാരണം ദൈവത്തിനൊരു ചോട്ട സൈന്യമല്ല ഉള്ളത്.
സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു വലിയ സൈന്യമാണുള്ളത്. 1000 1000മായും 10000 10000മായും 10000 10000മായും സ്തോത്രം 1000 അതുകൊണ്ടാണ് ലോർഡ് ഓഫ് ഹോസ്റ്റ് എന്ന ദൈവത്തെ വിളിക്കുന്നത്. ലോർഡ് ഓഫ് ഹോസ്റ്റ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. വായിച്ചിട്ടുണ്ട്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. വീണ്ടും സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ഏത് സങ്കീർത്തനം അത്? 84 സങ്കീർത്തനം. സ്തോത്രം, 84 സങ്കീർത്തനം. അപ്പോൾ സൈന്യം ഇല്ലാത്തവനെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ എന്ന് വിളിക്കാൻ പറ്റുമോ? ഉള്ള സഭയെ പൊളിച്ചവനെ ബിഷപ്പ് എന്ന് വിളിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ കാർഡൊക്കെ കൊണ്ടു കിടക്കുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം. ചർച്ച ഇല്ലാത്തവൻ ബിഷപ്പാകുന്ന കാലം. ഹല്ലേലൂയ. ചർച്ച ഇല്ലാത്തവൻ, സ്തോത്രം, ഉള്ള ചർച്ചിനെ പൊട്ടിക്കുന്നവൻ പ്രവാചകനാകുന്ന കാലം. ഹല്ലേലൂയ. ചർച്ച ഇല്ലാത്തവൻ എങ്ങനെയാണ് സ്തോത്ര ബിഷപ്പാകുന്നത്? ഹല്ലേലൂയ. നീ ബിഷപ്പാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10000 പേരെങ്കിലും നീ സ്നാനപ്പെടുത്തിയിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ടൈറ്റിൽ ഉണ്ടാക്കിയല്ല. അതൊരു ബാബേൽ ടവർ പണിയുന്ന പോലെയാണ്. നിങ്ങൾ ടൈറ്റിലിന് വേണ്ടിയല്ല നിങ്ങൾ നിൽക്കേണ്ടത്, നിങ്ങൾ കർത്താവിന് വേണ്ടിയാണ് നിൽക്കേണ്ടത്. ഒരിക്കലും നിങ്ങൾ ഞാൻ കർദിനാൾ, ഞാൻ റൈറ്റ് റവറൻഡ്, ഞാൻ റോങ് റവറൻഡ്, ഞാൻ ലെഫ്റ്റ് റവറൻഡ്, ഞാൻ ബാക്ക് റവറൻഡ്. നോ 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 നോ, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ പാസ്റ്റർ എന്ന് പോലും ആരെങ്കിലും വിളിക്കുന്നത് എനിക്ക് ഭയങ്കര കറുവാണ്. അങ്ങനെയുള്ളവരെ ഞാൻ തുറച്ചു നോക്കും. കാരണം ഇന്ത്യൻ റെയിൽവേ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിലൊരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നു, അതാണ് എനിക്കിഷ്ടം. ലെസ് ലഗേജ്, മോർ കംഫർട്ട്. ഭാരം കുറഞ്ഞാൽ യാത്ര സുഗമം. ഭാരം കുറഞ്ഞാൽ യാത്ര. എന്നോട് ആൾക്കാർ ഉടക്കിയിട്ടുണ്ട്, പാസ്റ്റർ എന്ന് വിളിക്കാത്തതുകൊണ്ട് ആൾക്കാർ എന്നോട് ഉടക്കിയിട്ടുണ്ട്. റിയലി എന്തോ നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുന്നേ? ഹല്ലേലൂയ. പൗലോസ് പോലും പറയുന്നത് ഞാൻ നിങ്ങളുടെ ദാസനാ. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് ഞാൻ നിങ്ങളെ അടിമയെന്നാണ് പൗലോസ് പറഞ്ഞത്. ചിലയിടത്ത് പറയുന്നത് ഞാൻ നിങ്ങളുടെ സഹോദരൻ എന്നാ പറഞ്ഞേ. യേശു കർത്താവ് പോലും പറഞ്ഞ ഞാൻ നിങ്ങളുടെ സ്നേഹിതൻ എന്നാ. അത് വേറൊരു പ്രസംഗമായിപ്പോയി, സോറി. സ്തോത്രം. ഇവിടെ സൈന്യമില്ലാത്തവൻ എങ്ങനെയാ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന് പറയുന്നത്? അവനാണ് ഏറ്റവും വലിയ സൈന്യം. അതും ഭയങ്കര സൈന്യം. സ്തോത്രം. അതെ, അതുകൊണ്ടാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന് പറയുന്നത്. ദൂതന്മാരുടെ ഒരു പേരാണ് സ്തോത്രം സ്വർഗീയ സൈന്യം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തുവാണ് പേര്? സ്വർഗീയ സൈന്യം. സ്തോത്രം. രണ്ടാമത് ദൂതന്മാരുടെ സ്തോത്രം ഒരു പേര് കൂടെ പറയട്ടെ. രണ്ടാമത്തെ പേര് സ്തോത്രം, അതെ, മെസ്സഞ്ചേഴ്സ്, ദൂതുവാഹികൾ, മെസ്സഞ്ചേഴ്സ്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യം. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നവനായിട്ട് സക്കറിയാവിന് പ്രത്യക്ഷനായി. ആ സക്കറിയാവിനോട് ഇതാ ദൂതൻ സ്തോത്രം സംസാരിക്കുകയാണ്. സഖറിയാവിൻ്റെ അടുക്കൽ ദൂതൻ പ്രത്യക്ഷനായി. 11-ാം വാക്യം. 19-ാം വാക്യം നോക്കിയേ. 19-ാം വാക്യം. സ്തോത്രം. ലൂക്കോസ് 1:19. ദൂതൻ അവനോട്, ആരോട്? സഖറിയാവിനോട്, ഐ സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആരാണ്? ഗബ്രിയേലാണ്. സ്തോത്രം. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. ആ ഗബ്രിയേൽ എന്ന പദം ഞാൻ മാറ്റിയിട്ട് സ്തോത്രം ഒറ്റ വാക്കിൽ മാത്രം, ബ്ലണ്ട്ലി പ്ലെയിൻലി ഞാൻ നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. ദൂതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സന്ദേശവാഹകനാണ്. ദൂതൻ എന്ന പദം തന്നെ നമ്മൾ ഡയറക്റ്റായി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? അത് ഒരു വാർത്ത ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു വിനിമയം, ഒരു വാർത്ത വേറൊരാളിലേക്ക് കൺവേ ചെയ്യുന്ന ഒരാളാണ് ദൂതൻ. സോ മെസ്സഞ്ചർ. എല്ലാവരും പറഞ്ഞാട്ടെ, മെസ്സഞ്ചർ. സ്തോത്രം. മെസ്സഞ്ചർ. നിങ്ങൾ ആരായിരിക്കണം? നിങ്ങൾ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ മെസ്സഞ്ചർ ആയിരിക്കണം. മെസ്സേജ് ഉള്ളവനാണ് മെസ്സഞ്ചർ. കമോൺ. ഹല്ലേലൂയ. മെസ്സേജ് ഉള്ളവനാണ് മെസ്സഞ്ചർ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കാലഘട്ടത്തിൻ്റെ ദൂത് എൻ്റെ മുൻപിലിരിക്കുന്ന എല്ലാവരിലും ദൈവം പകരുമാറാകട്ടെ. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവജനം ദൈവത്തെ സ്തുതിച്ച്. ദൂതുള്ളവനാണ് ദൂതുവാഹി. സ്തോത്രം. ദൂതൻ എവിടെയെങ്കിലും ഇറങ്ങി നിൽക്കുന്നെങ്കിൽ, ദൂതൻ എവിടെയെങ്കിലും കടന്നു വരിക, ദൂത നീ എന്താ വന്നത്? ഞാൻ ചുമ്മാ വന്നത്, അപ്പുറത്തെ വീട്ടിൽ വന്നപ്പോൾ പിന്നെ എങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ എന്ന് ദൈവത്തിൻ്റെ ദൂതൻ ഒരിക്കലും പറയത്തില്ല. ദൂതൻ ചുമ്മാ വരത്തില്ല. ദൂതൻ വരുന്നെങ്കിൽ അവൻ്റെ അധരത്തിൽ പറവാൻ ഒരു ദൂതുണ്ടായിരിക്കും. സഹോദരങ്ങളുടെ ഡേഞ്ചറാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഹല്ലേലൂയ. ദൂതില്ലാത്തടത്ത് ദൈവം നമ്മെ അയക്കല്ല്. ഒരിക്കൽ കൂടെ ദൂതില്ലാത്തിടത്ത് ദൈവം അയക്കല്ല്. അവിടെ പോയാൽ പിന്നെ മുഖം നോക്കിയും ഫ്രണ്ട്ഷിപ്പ് നോക്കിയും ഒക്കെ നമ്മൾ പ്രസംഗിക്കും. അതൊന്നും സക്സസ് ആകണമെന്നില്ല. പക്ഷേ ദൂതാണെങ്കിൽ
ദൂതാണെങ്കിൽ അത് അമേസിങ് ആണ്. ഞാൻ ഇന്നലെ പാലക്കാടായിരുന്നു. സ്തോത്രം. അത് ഈ അടുത്ത കാലത്തെങ്ങും അവർ ആ മീറ്റിംഗ് മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. കാരണം കർത്താവുണ്ടായിരുന്നു അവിടെയൊക്കെ. ഈ ധാരാളം മീറ്റിങ്ങുള്ള ഏരിയാസ് അല്ല. നല്ല പ്രസംഗവും മറ്റു കാര്യങ്ങളൊന്നും പാലക്കാട് ഏരിയയിൽ അങ്ങനെ കിട്ടത്തില്ല. അപൂർവം ചില സമയത്ത് മഴ പെയ്യുന്നത് പോലെ സ്തോത്രം. അതെ, അവരെന്ത് കിട്ടിയാലും അവർ അബ്സോർവ് ചെയ്യും. ഈ കൂടുതൽ പെയ്ത് കഴിയുമ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. പിന്നെ ആ കുടിക്കുന്ന കപ്പാസിറ്റി അങ്ങ് എവിടെ, മണ്ണ് കുടിക്കുന്ന കപ്പാസിറ്റി ആകുമ്പോൾ പിന്നെ വെള്ളം പൊങ്ങും. പക്ഷേ സ്തോത്രം, ചില ഇടങ്ങളിൽ അങ്ങനെയല്ല. അവിടെ അത്രയും വലിയ കപ്പാസിറ്റി ഇല്ല. അവിടെ അത്ര നല്ല ദൂത് ലഭിക്കാത്തത് കൊണ്ട് പീപ്പിൾ ആർ സോ ഹാംഗ്രി. ജനം വളരെ സ്തോത്രം ദാഹത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. സോ കേൾക്കണമേ, സ്തോത്രം. അതേ, ദൂത് ഉള്ളവനാണ് ദൂതുവാഹി. ദൂതൻ്റെ പ്രത്യേകത, അവൻ ദൂതുമായി വരുന്നവനാണ്. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യത്തിലും ദാനിയേൽ 21 ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് തന്നോട് സംസാരിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. ദാനിയേൽ 10:12 അവൻ എന്നോട്, ദാനിയേലിനോട് പറഞ്ഞത്, ദാനിയേലെ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന് മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു, നിന്റെ വാക്ക് ഹേതുവായി ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ ദൂതൻ ഇറങ്ങി വന്നപ്പോൾ അവൻ എന്തോ ഉണ്ടായിരുന്നു? സ്തോത്രം, പറവാൻ ദൂതുണ്ടായിരുന്നു. ഈ കാലഘട്ടത്ത് തെക്കോട്ട്, വടക്കോട്ട്, കിഴക്കോട്ട്, പടിഞ്ഞാറോട്ട്, ഭൂമിയുടെ അറ്റം വരെയും നിങ്ങൾ സാക്ഷികളായി, ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ദൂത് ദൈവം നൽകി. അത് പറയേണ്ടതുപോലെ പറയുവാൻ, ഹൃദയം നിറഞ്ഞ് കവിയുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. രണ്ടാമത് ദൂതൻ്റെ പ്രത്യേകത, സ്തോത്രം, ദൂതൻ ഒരു മെസ്സഞ്ചറാണ്. നമ്പർ 3, മൂന്നാമത് കെരൂബുകളെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതിന് മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, 1 ദൈവത്തിൻ്റെ സൈന്യം, 2 സ്തോത്രം ദൂതുവാഹി, 3 ഗാർഡ് ചെയ്യുന്നവർ, സ്തോത്രം, സംരക്ഷിക്കുന്നവർ, ഗാർഡ് ചെയ്യുന്നവർ. അവരാണ് കെരൂബുകൾ എന്ന് പറയുന്നത്. കെരൂബ് എന്ന് എവിടെ വായിക്കുന്നുവോ അവിടെ സംരക്ഷിക്കുന്നവരാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ കെരൂബുകൾ ഗാർഡ്സായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. കെരൂബുകൾ സംരക്ഷിക്കുന്നവരായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദെൻ തോട്ടത്തിന് കീഴിലുള്ള കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. ഒരിക്കൽ കൂടെ, അവൻ ഏദെൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. നമുക്കറിയാം, സ്തോത്രം, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഏദെൻ തോട്ടത്തിൽ നിന്ന് ദൈവം അവനെ പുറത്താക്കി. പാപം ചെയ്ത മനുഷ്യനെ ഏദെൻ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കി. ഹല്ലേലൂയ. കേൾക്കണം, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ മനുഷ്യൻ ജീവിക്കേണ്ടത്, ദൈവമക്കൾ ജീവിക്കേണ്ടത് വലിയ ദൈവിക മുഖാമുഖങ്ങളിലായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. എൻകൗണ്ടേഴ്സ്, എല്ലാവരും പറഞ്ഞാൽ എൻകൗണ്ടർ. പാപത്തിൽ ജീവിക്കുന്നവർ ഒരിക്കലും എൻകൗണ്ടർ ഉണ്ടാകത്തില്ല. അനുസരണക്കേടുള്ളവൻ്റെ പഞ്ചായത്തിൽ ദൈവം കയറത്തില്ല. ഒരിക്കൽ കൂടെ പറയാം. അനുസരണക്കേടുള്ളവൻ്റെ പഞ്ചായത്തിൽ അനുസരണം ഇല്ലാത്തവരോട് ദൈവം സംസാരിക്കത്തില്ല. നിങ്ങൾ എന്താ അപ്സെറ്റായേ? അല്ല, എന്തോ ഒരു കുഴപ്പം നടക്കുന്ന പോലെ. ഓക്കെ ആണോ? വെള്ളം വേണോ ആർക്കെങ്കിലും? ഒരിക്കൽ കൂടെ പറയാം. അനുസരണം ഇല്ലാത്തവരോട് ദൈവം സംസാരിക്കയില്ല. അനുസരിക്കുന്നവരോട് കൂടെ മാത്രമേ ദൈവത്തിന് നടക്കുവാൻ കഴിയത്തുള്ളൂ. റബൽസിനോട് ദൈവം സംസാരിക്കത്തില്ല. വീട്ടിലെ ഗുണ്ടായിസം കാണിക്കുന്നു. നോ, അവിടെ മഹത്വം കാണത്തില്ല. അവിടെ പാമ്പാണ് ചുറ്റിക്കിടക്കുന്നത്. മക്കളെ, വെള്ളം തന്നെ അവർ മിണ്ടുന്നില്ല. സ്തോത്രം. സോ നോക്കിയേ, അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധി അനുസരണക്കേട് കാണിച്ചപ്പോഴേക്കും ആ തോട്ടത്തിൽ നിന്ന് അവർ പുറത്തായി. സ്തോത്രം. വാളുമായി ദൈവം കെരൂബുകളെ ഏദെൻ തോട്ടത്തെ സംരക്ഷിച്ചു. കേൾക്കണം, ഏദെൻ തോട്ടം എവിടെയെന്ന് ഇപ്പോൾ അറിയത്തില്ല. കാരണം അതിനുശേഷമാണ് മഹാപ്രളയമുണ്ടായത്. സ്തോത്രം. ഭൂമിക്ക് പല മാറ്റങ്ങളുണ്ടായി. സ്തോത്രം. ഏദെൻ തോട്ടം എവിടെയൊന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒന്ന് നമുക്കറിയാം, ഏദെൻ തോട്ടത്തിൽ മനുഷ്യർ കയറാതെ ഇരിക്കേണ്ടതിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു? ദൈവം സ്തോത്രം അവിടെ കെരൂബുകളെ ദൈവം കാക്കുവാൻ കൽപ്പിച്ചു. അപ്പോൾ കെരൂബുകളാണോ? അവർ ഗാർഡ് ചെയ്യുന്നവരാണ്. രണ്ടാമത് ഒരു വാക്യം കൂടെ, കെരൂബുകൾ ഗാർഡ് ചെയ്യുന്നവരെന്ന് പറയാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 25, 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇത് ആർക്ക് ഓഫ് ദ കവനന്റ്, അഥവാ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം
ദൈവത്തിൻ്റെ നിയമപെട്ടകത്തിൻ്റെ പണിയെക്കുറിച്ച് 25 അധ്യായം മുഴുവൻ പറയുകയാണ്. അവിടെ നിങ്ങൾ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞാട്ടെ, കൃപാസനം. കൃപാസനം ഏത് പുസ്തകത്തിൽ സമാഗമന കൂടാരത്തിൽ 7 ഫർണിച്ചറുകളുണ്ടായിരുന്നു, 7 ഉപകരണങ്ങളുണ്ട്, അല്ലെങ്കിൽ 7 ഫർണിച്ചറുകളുണ്ട്. ആ 7ാമത്തെ ഫർണിച്ചറാണ് കൃപാസനം. ഹല്ലേലൂയ. 7ാമത്തെ ഫർണിച്ചറാണ് കൃപാസനം. യാഗപീഠം, താമ്രത്തൊട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്തോത്രം അതേ നിലവിളക്ക്, കാഴ്ചയപ്പത്തിൻ്റെ മേശ, ധൂപകലശം, പിന്നെ അത് കഴിഞ്ഞ് സ്തോത്രം അങ്ങേയറ്റം നിങ്ങൾക്ക് പോകുമ്പോൾ കൃപാസനം. ആ കൃപാസനം മുകളിൽ എത്ര കെരൂബാണ്? 2 കെരൂബുകളാണ് നിൽക്കുന്നത്. ആ 2 കെരൂബുകളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി നിൽക്കുകയാണ്. ഒരിക്കൽ കൂടെ, 2 കെരൂബുകളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി നിൽക്കുകയാണ്. എക്സ്ക്യൂസ് മീ, ഞാൻ എന്തോ പറഞ്ഞേ? ചുമ്മാ കെരൂബുകൾ ഇരിക്കുന്നതല്ല, ചിറക് വിടർത്തി കെരൂബുകൾ ഇരിക്കുകയാണ്. അത് പ്രതീകാത്മകമായ ഭയങ്കര ഒരു സിമ്പലാണ്. ചിറക് വിടർത്തി 2 കെരൂബുകൾ, അതിൻ്റെ ചിറക് ഇങ്ങോട്ടും ഇതിൻ്റെ ചിറക് അങ്ങോട്ടും, 2 ചിറകുകളുടെ മധ്യത്തിൽ മഹത്വം ഇറങ്ങി നിൽക്കുകയാണ്. വായ്, കാരണം കെരൂബാണോ ഗ്ലോറിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവനാണ്. തോട്ടത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കെരൂബായിരുന്നെങ്കിൽ ദൈവജനത്തിൻ്റെ മധ്യത്തിലുണ്ടായിരുന്ന ആ കൃപാസനത്തിന് മുൻപിലുള്ള, ആ കൃപാസനത്തിന് മുകളിലുള്ളതായ സ്തോത്രം, കൃപാസനത്തിലുള്ളതായ മഹത്വത്തെ സ്തോത്രം ചിറക് പൊതിഞ്ഞതായ കെരൂബായി ഉണ്ടാക്കി വെക്കുവാൻ ദൈവം പറഞ്ഞു മോശയോട്. സോ 2 കെരൂബുകൾ ചിറക് വിടർത്തി നിൽക്കുകയാണ്. ദാറ്റ് മീൻസ് ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കട്ടെ, ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് പ്രൊട്ടക്ഷൻ. മഹത്വത്തെ സംരക്ഷിക്കണം. മഹത്വത്തെ നിങ്ങൾ ഞാനും സംരക്ഷിക്കണം. സ്തോത്രം. പ്രമാണം പോയാലും കുഴപ്പമില്ല, ഡോക്യുമെൻ്റ് പോയാൽ കുഴപ്പമില്ല, പാസ്ബുക്ക് പോയാൽ കുഴപ്പമില്ല, ബാക്കിയൊക്കെ നമുക്കുണ്ടാക്കാം. പക്ഷെ മഹത്വം പോയാൽ എല്ലാം പോയി. അതുകൊണ്ട് 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, മഹത്വം പോകല്ല. പെട്ടെന്ന് പറഞ്ഞേ, മഹത്വം പോകല്ല. മഹത്വം പോകല്ല. മഹത്വം പോയാൽ ഒരു പേരുണ്ട്. മഹത്വം പോയതിൻ്റെ പേരെന്താ? മഹത്വം പോയതിൻ്റെ പേരെന്താ? ഇഖാബോദ്. മഹത്വം പോയതിൻ്റെ പേര് ഇഖാബോദ്. ശബ്ദം ഉയർത്തി പറ, എൻ്റെ പേര്, പറ, എൻ്റെ പേര് ഇഖാബോദല്ല. ഒരിക്കൽ കൂടെ, എൻ്റെ പേര് ഇഖാബോദല്ല. എന്തുകൊണ്ട് നിങ്ങളുടെ പേര് ഇഖാബോദല്ല? എന്തുകൊണ്ട് നിങ്ങളുടെ പേര് ഇഖാബോദല്ല? ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്നോടുകൂടെ ഇമ്മാനുവേലുണ്ട്. യെസ്, നിങ്ങളോട് കൂടെ ഇമ്മാനുവേൽ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ പേരൊരിക്കലും ഇഖാബോദ് ആകത്തില്ല. ഓ ബ്യൂട്ടിഫുൾ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ സ്തോത്രം. നിങ്ങളോട് കൂടെ ഇമ്മാനുവേൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇഖാബോദായി ജീവിക്കത്തില്ല. ഇമ്മാനുവേൽ ഉണ്ടെങ്കിൽ അവൻ ഒരിക്കലും വെറും കൈയോടെ വരത്തില്ല. ഇമ്മാനുവേൽ ഉള്ളവൻ, ഇമ്മാനുവേൽ ജീവിതത്തിലുള്ളവന് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കും. കൈയടിക്കുന്ന നിങ്ങൾ നേരെ കരങ്ങളടിച്ചേ. ഹല്ലേലൂയ. സോ 3ാമത് ഗാഡ്സ്, അതായത് സ്തോത്രം കെരൂബുകൾ. ഹല്ലേലൂയ, സ്തോത്രം. 4ാമത് വാരിയേഴ്സ്, ദൂതന്മാർ വാരിയേഴ്സ് ആണ്. പ്രധാനമായും മിഖായേലിനെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മിഖായേൽ ഒരു വാരിയറാണ്. മിഖായേൽ ദൂതൻ. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 13-ാം വാക്യം. സ്തോത്രം. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 13-ാം വാക്യം. വാരിയേഴ്സ്, സ്തോത്രം. അതെ, ഫൈറ്റ് ചെയ്യുന്നതായ, പൊരുതുന്നതായ വാരിയസ്. 10-13 ദാനിയേലിൻ്റെ പുസ്തകം. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു, എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ ഇറങ്ങി വന്നു. അവനെ ഞാൻ പാർസി രാജകന്മാരോട് കൂടെ അവിടെ വിട്ടേച്ച്. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ വായിച്ച ആ വാക്യം എല്ലാവരും ശബ്ദം ഉയർത്തി വായിക്കുക. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു, എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ. നോക്കിയ സഹോദരങ്ങളെ, പ്രധാന പ്രഭുക്കന്മാർ എന്നതിൽ മിക്കവാറും ചില ട്രാൻസ്ലേഷനിൽ ആർക്ക് ഏഞ്ചൽ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചീഫ് ഏഞ്ചൽ, അല്ലെങ്കിൽ ആർക്ക് ഏഞ്ചൽ എന്ന് വേദപുസ്തകത്തിൽ ഒറ്റ ദൂതനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അത് മിഖായേലിനെയാണ്. ഹല്ലേലൂയ. ചിലരിങ്ങനെ പറയാറുണ്ട്, ആർക്ക് ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ 3 പേരുണ്ട്, ലൂസിഫർ, അതെ, ഗബ്രിയേൽ, മിഖായേൽ. നോ, ആർക്ക് ഏഞ്ചൽ എന്ന് വിളിച്ചിട്ടുള്ളത്, പ്രധാന ദൂതൻ എന്ന് വിളിച്ചിട്ടുള്ളത് ആരാണ്? ഗബ്രിയേലിനെയാണ്, മിഖായേലിനെയാണ് വിളിച്ചിട്ടുള്ളത്. താങ്ക് യു, സ്തോത്രം. അത് പ്രധാന ദൂതൻ എന്ന് വിളിച്ചിട്ടുള്ളത് ആരെയാണ്? ഗബ്രിയേലിനാണോ? അല്ല, മിഖായേലിനെയാണ് വിളിച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടെ കൺഫ്യൂസായി. സ്തോത്രം. പ്രധാന ദൂതൻ എന്ന് വിളിച്ചിട്ടുള്ളത്
മിഖായേലിനെയാണ് വിളിച്ചിട്ടുള്ളത്. മിഖായേൽ എന്ന് പറയുന്നവൻ അവനൊരു വാരിയറാണ്. 12-ാം അധ്യായം 1-ാം വാക്യം കൂടെ വായിക്കുക. ദാനിയേൽ 12:1, ദാനിയേൽ 12:1, ദാനിയേൽ 12:1. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്ക്. അവിടെയും സ്തോത്രം, അതേ, പ്രധാന പ്രഭുവായ മിഖായേൽ, മഹാപ്രഭുവായ മിഖായേൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു സ്ഥാന പേരിൽ നിങ്ങൾക്ക് കാണുക പഠിക്കുക. അവനൊരു ഫൈറ്റിംഗ് ഏഞ്ചലാണ്. ഹീസ് എ വാരിയർ. അവനൊരു ഫൈറ്റിംഗ് ഏഞ്ചലാണ്. സ്തോത്രം. ഒരു ഏഞ്ചൽ മാത്രമാണോ ഫൈറ്റ് ചെയ്യുന്നത്? ഒരു ഏഞ്ചൽ മാത്രമാണോ പൊരുതുന്നവൻ? നോ. യുദ്ധദൂതനായി ഒരു ദൂതൻ മാത്രമാണോ ഉള്ളത്? അല്ലല്ല, ഒരിക്കലുമല്ല. സ്തോത്രം. ദൈവത്തിൻ്റെ ലക്ഷം കോടാനു കോടി വാർ ഏഞ്ചൽസ് ഉണ്ടായിരിക്കും. ആ ട്രൂപ്പിൻ്റെ ചീഫ് ആകാം ആര്? സ്തോത്രം, ഈ മിഖായേൽ. ആമേൻ. 2 രാജാക്കന്മാരുടെ പുസ്തകം 19:35 വായിക്കുമ്പോൾ ആർമിയിലെ ഒരു ദൂതനാണ് ഇറങ്ങി വന്ന് സെൻകരീബിൻ്റെ സൈന്യത്തെ കൊന്നുകളഞ്ഞത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. ഒറ്റ ദൂതനാണ് ഇറങ്ങിയത്. അത് മിഖായേൽ എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം അവിടെ ഒരു ദൂതൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. അവിടെ മിഖായേലാണ് ഇറങ്ങി വന്ന് സിറിയൻ സൈന്യത്തിലുള്ള 1,85,000 പേരെ കൊന്നു എന്ന് സ്തോത്രം അവിടെ പറയാൻ കഴിയല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലാക്കുന്ന കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതൻ പൊരുതുന്നവനാണ്. ദൈവത്തിൻ്റെ ദൂതൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതിലൊന്ന് സാത്താനെ കണ്ട്, ദുരാത്മാവിൻ്റെ പോരുകളെ കണ്ട് ദൂതൻ താടിക്ക് കൈയും കൊടുത്ത് ഉഴപ്പിയിരിക്കുന്നവനല്ല. ദൈവം തൻ്റെ സൈന്യം ഇറക്കി നിങ്ങളെ സംരക്ഷിക്കും. നിന്നോട് പൊരുതുന്നവരോട് നീയല്ല പൊരുതുന്നത്, നിന്നോട് പൊരുതുന്നവരോട് നിന്റെ ദൈവമാണ് പൊരുതുന്നത്. ഹല്ലേലൂയ. വീണ്ടും സ്തോത്രം. മിഖായേൽ എന്ന വാരിയൻ്റെ ഇമ്പോർട്ടൻസ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം. വെളിപ്പാട് 12:7 നോക്കിയേ, വായിക്കേ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി, ജയിച്ചില്ല താന്. ഈ പാമ്പിൻ്റെ ഒരു ഗതികേട് നോക്ക്. പാമ്പ് എന്നും തോക്കാൻ വേണ്ടി മാത്രം നിയമിക്കപ്പെട്ടവനാ. പാമ്പ് ഏദൻ തോട്ടത്തിൽ വെച്ച് വാക്കിൽ തോറ്റു. സ്തോത്രം. മരുഭൂമിയിൽ വെച്ച് തോറ്റു. ക്രൂശിൽ വെച്ച് പിന്നെ പറയും വേണ്ട, അമ്പേ പരാജയമായിരുന്നു. പാമ്പ് എപ്പോൾ തല പൊക്കൂ അപ്പോഴൊക്കെ അവൻ്റെ തല തകർന്നത് കൊണ്ട് അവൻ തോറ്റതാണ്. സോ അർത്ഥം, സാത്താനാണോ അവൻ തോൽവിയാണ്. ദൈവമക്കളാണോ നിനക്ക് ജയമാണ്. അന്തിമ ജയം നിനക്കുള്ളതാണ്. ചുറ്റുമുള്ള ശത്രുക്കളെ മുൻപിൽ നിന്റെ തല ഉരുളുമെന്നല്ല, ചുറ്റുമുള്ള ശത്രുക്കളെ മുൻപിൽ നിന്റെ തല ഉയരും. ഹല്ലേലൂയ. സോ മിഖായേൽ അവൻ്റെ ദൂതന്മാരുമായി, ഞാൻ പറഞ്ഞു സ്തോത്രം, ദൈവത്തിന് യുദ്ധദൂതന്മാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളാണ്, പ്രധാനപ്പെട്ട ദൂതനാണ് അതെ മിഖായേൽ. അവനിതാ ഇറങ്ങി വന്ന് സ്തോത്രം ശത്രുവിനോട് പൊരുതുകയാണ്. യൂദയുടെ ലേഖനം 9-ാം വാക്യത്തിൽ നിങ്ങൾ കാണുവാൻ കഴിയും വാർ ഏഞ്ചൽ. യൂദയുടെ ലേഖനം 9-ാം വാക്യം. യൂദയുടെ ലേഖനം 9-ാം വാക്യത്തിലും സ്തോത്രം ഇതാ പ്രധാന ദൂതനാകുന്ന മിഖായേലിനെ കുറിച്ച് തിരുവചനം പറയുന്നു. യൂദയുടെ ലേഖനമോനെ, എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രധാന ദൂതനാകുന്ന മിഖായേൽ. ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. നോക്കിയേ, എല്ലാവരും ഒന്ന് വായിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ മറന്നുപോയി വായിക്കുന്ന കാര്യം. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുണയാതെ കർത്താവ് നിന്നെ ഫലിസിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഈ മിഖായേലിനോട് അവിടെ തർക്കിക്കാൻ വേണ്ടി വന്നവൻ സാത്താനാണ്. ഒരിക്കൽ കൂടെ, മിഖായേലിനോട് മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിക്കാൻ വരുന്നവൻ സാത്താനാണ്. അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ തർക്കം ആരാ കൊണ്ടുവരുന്നതെന്ന്. ടോക്ക് ടു മീ. വീട്ടിൽ തർക്കം ആരാ കൊണ്ടുവരുന്നത് ഇപ്പം മനസ്സിലായല്ലോ. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞാട്ടെ, പ്രതിയെ കള്ളനെ പിടിയിൽ കിട്ടി, പെട്ടെന്ന് പറഞ്ഞേ. അപ്പോൾ തർക്കവും വാദവും ആരാ കൊണ്ടുവരുന്നത്? സാത്താനാ വരുന്നത്. മോശ സ്തോത്രം കോപിച്ചത് കൊണ്ട്, മോശ ഒരിക്കൽ കോപിച്ചത് കൊണ്ടാണ് ഒരു വാഗ്ദത്തത്തിൽ കടക്കാൻ കഴിയാത്തത്. അപ്പോൾ സാത്താൻ ഏതിൽ പിടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക. നിങ്ങൾ സർവിലൻസ് ക്യാമറയ്ക്ക് കീഴിലാണ്. ദൈവം നന്മയ്ക്കായി നിങ്ങൾ നോക്കുന്നു, സാത്താൻ തിന്മയ്ക്കായി നിങ്ങൾ നോക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നേരെ ദൈവസന്നിധിയിൽ പോകും.
റിയലി പുസ്തകം ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നും ആർക്ക് ആക്സസ് ഉണ്ട്? സാത്താൻ ആക്സസ് ഉണ്ട്. അവൻ ചെന്നിട്ട് പറയും അവൾക്കത് ചെയ്യല്ല, ആ വീട്ടിനത് കൊടുക്കല്ല, അവനത് കൊടുക്കരുത്. അപ്പോൾ നീതിമാനായ ദൈവത്തിന് മുമ്പിൽ അവൻ ചെന്ന് കുറ്റം പറയും. സ്തോത്രം. അവനിട്ടിരിക്കുന്ന ഡ്രസ്സ് ശരിയല്ല. കഴിഞ്ഞ ഞായറാഴ്ച കുഴപ്പമില്ലായിരുന്നു. അവനിട്ടിരിക്കുന്ന ഡ്രസ്സ് ശരിയല്ല, അത് മുഷിഞ്ഞതാണ്. സ്തോത്രം, മുഷിഞ്ഞതാണ്. പഴയ നിയമം സക്കറിയ 3 ഞാൻ പറയുന്നത്. യോശുവ പുരോഹിതനോട് അവൻ്റെ ഡ്രസ്സ് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ തിരുവചനം പറയുന്നു ദ ഏഞ്ചൽ. സ്തോത്രം. അവനോട് തർക്കിക്കാൻ തുടങ്ങി. അവിടെ ദ ഏഞ്ചൽ എന്നെഴുതിയിരിക്കുന്ന ആരാ? സ്തോത്രം, യേശു കർത്താവ്. അവിടെ ദൂതൻ അവനോട് സംസാരിച്ചു. സോ അന്ന് അവന് ദൂതൻ എന്നാണ് പറഞ്ഞത്. അർത്ഥം സ്തോത്രം. അന്നേ കർത്താവ് സാത്താൻ്റെ വാക്ക് കേട്ട് ചുമ്മാ ഇരുന്നല്ല. ഒട്ടനെ കർത്താവ് തൃത്വത്തിൽ രണ്ടവൻ എതിർത്തെങ്കിൽ ഇന്ന് സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിനക്ക് വേണ്ടി എത്ര അധികമായി അവൻ വാദിക്കും. നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് അഡ്വക്കേറ്റ് നിനക്ക് വേണ്ടി സംസാരിക്കുക. ലോകത്തിൻ്റെ ദ ബെസ്റ്റ് അഡ്വക്കേറ്റ് നിനക്ക് സംസാരിക്കാൻ കഴിയാത്ത മണ്ഡലത്തിൽ നിനക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. സോ ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ, അപ്പോൾ സാത്താൻ ആ തർക്കവാദവുമായി കടന്നു വന്നപ്പോൾ സ്തോത്രം, അതെ കർത്താവ് നിന്നെ ഫലിസിക്കട്ടെ എന്ന് ദൂതൻ പറഞ്ഞതേ ഉള്ളൂ. എന്തോ നിങ്ങൾക്ക് മനസ്സിലായി? അതിൻ്റെ അർത്ഥം മിഖായേലിൻ്റെ താഴ്മയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. മിഖായേൽ സ്തോത്രം തർക്കിച്ച് ജയിച്ചു എന്നല്ല അവിടെ പറയുന്നത്. മിഖായേൽ പറഞ്ഞു സ്തോത്രം, കർത്താവ് നിന്നെ ഫലിസിക്കട്ടെ, കർത്താവ് നിന്നെ ഫലിസിക്കട്ടെ. അതെന്താ മിഖായേലെ കർത്താവ് ഫലിസിക്കട്ടെ എന്ന് പറഞ്ഞാൽ നീ ഒഴിഞ്ഞു മാറിയത്? അത് സുരേഷേ, അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കമ്പനിയിൽ ഒരുത്തനുണ്ടായിരുന്നു. അവൻ തന്നെത്താൻ അങ്ങ് നിഗളിച്ചു. അതോടെ അവൻ്റെ ആപ്പീസ് പൂട്ടി. ആ ലൂസിഫറിന് വന്ന ആ അബദ്ധം എനിക്ക് വരാതിരിക്കേണ്ടതിന് സോ പവർഫുൾ. പലരും തർക്കവും വാദവും പൊളിറ്റിക്സും കസേരക്കളിയും ഒക്കെ കൊണ്ട് പലരും ഷെഡിൽ കയറിയപ്പോൾ പലർക്ക് ദൈവകൃപ നഷ്ടപ്പെട്ടവ പറയാൻ പേടിയാതെ മക്കളെ, പറയാൻ പേടിയാ അറിയലേ. അവർക്ക് വന്ന ഗതികേട് നിനക്ക് വരാതിരിപ്പാൻ ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്ക് സൈലൻ്റ് ആയിരിക്കാം. കാരണം കാലമല്ല തെളിയിക്കുന്നത്, കർത്താവാണ് തെളിയിക്കുന്നത്. ഓ കാലമല്ല തെളിയിക്കുന്നത്, എൻ്റെ കർത്താവാണ് തെളിയിക്കുന്നത്. കർത്താവ് നിന്നെ ഫലിസിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. അതാണ് പ്രധാന ദൂതൻ. നിങ്ങൾക്കറിയാമോ പ്രസിദ്ധമായ വാക്യം? ഇനി സഭ റാപ്ചർ ഉൾപ്രാവണത്തിലേക്ക് പോകുമ്പോൾ അവിടെ മുഴങ്ങുന്നതായ സ്വരം മിഖായേലിൻ്റെ സ്വരമല്ല, അല്ലെങ്കിൽ സ്തോത്രം സെറാഫിൻ്റെ സ്വരമല്ല, കെരൂബിൻ്റെ സ്വരമല്ല. കർത്താവ് സ്തോത്രം സഭയെ ചേർക്കാൻ വേണ്ടി വരുമ്പോൾ പ്രധാന ദൂതൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അവിടെ പ്രധാന ദൂതൻ ആരാണ്? മിഖായേലാണ്. ഒരൊറ്റ ദൂതനെ പ്രധാന ദൂതൻ എന്ന് എഴുതിയിട്ടുള്ളൂ. അവൻ്റെ പേരാണ് സ്തോത്രം മിഖായേൽ. അപ്പോൾ കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ തൊട്ടടുത്ത് കേൾക്കുന്നത് പ്രധാന ദൂതനായ മിഖായേലിൻ്റെ ശബ്ദം. മിഖായേൽ ശബ്ദിക്കണമെങ്കിൽ അതൊരു അന്ധകാരത്തിൻ്റെ പതനമാണ്, അത് സ്വർഗീയ ജയമാണ്. അർത്ഥം സഭ ജയിച്ചാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത്. ജയിച്ചാണ് പ്രവേശിക്കുന്നത്. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, ഈ ലോകത്തിൽ പോകുമ്പോൾ നിങ്ങൾ തലകുനിഞ്ഞല്ല പോകുന്നത്, നിങ്ങൾ തോറ്റിട്ടല്ല പോകുന്നത്. നിങ്ങളുടെ ജീവിതം തോറ്റല്ല പോകുന്നത്, യേശുവുള്ള നിങ്ങളുടെ ജീവിതം ജയിച്ചിട്ട് മാത്രമേ നിങ്ങൾ പോകത്തുള്ളൂ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ എൻജോയ് ചെയ്യുന്നു, അനുഗ്രഹമായിരുന്നോ വന്നത് എങ്കിൽ കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ സ്തുതിച്ചേ. സോ 5ാമത്തെ സെക്ഷനെ കുറിച്ച് പറയട്ടെ. വർഷിപ്പേഴ്സ് അവരാണ് സെറാഫുകൾ. വർഷിപ്പേഴ്സ് ആരാധിക്കുന്നവർ, ആരാധനാ ദൂതന്മാർ, അവരാണ് സെറാഫുകൾ. എവിടെയാണ് സ്തോത്രം സെറാഫുകളെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ളതായ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. പറ, ഏത് റെഫറൻസ് ആണ്? ഉസിയ രാജാവ് ഏത് റെഫറൻസ് ആണ്? പറ.
യെശയ്യാവ് സ്തോത്രം പറഞ്ഞവർ മാത്രം കരങ്ങളെ ഉയർത്തിയാട്ടെ. ബാക്കിയുള്ള എല്ലാവരെയും നോക്കി ഞാൻ പറയുന്നു, ഇതുപോലെ റെഫറൻസസ് കാണാതെ പഠിക്കണം. റെഫറൻസ് എങ്ങാണ്ട് ബൈബിൾ വായിച്ചു, അത് പുതിയ നിയമത്തിലാണ്, വെളിപ്പാട് ദിവസം 23-നാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു അധ്യായമേ ഇല്ല. സ്തോത്രം വെളിപ്പാട് 21 കറക്റ്റായിട്ട് ആ റെഫറൻസ് പറഞ്ഞവർക്കായി സ്തോത്രം. ഐ റിയലി സോ പ്രൗഡ് ഓഫ് യു. സോ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഇത് ആ സ്തോത്രം ഉസിയാ രാജാവ് നാണ്ട് നീങ്ങിയപ്പോൾ അന്തരീക്ഷം മാറുകയാണ്. ഞാൻ പറയട്ടെ, ചിലരുടെ വരവ് നിങ്ങളുടെ അന്തരീക്ഷം മാറും, അതേപോലെ ചിലരുടെ പോക്കും നിങ്ങളുടെ അന്തരീക്ഷത്തെ മാറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. വായിച്ചേ, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ എവിടെ? മന്ദിരത്തെ നിറച്ചിടുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. പറ, 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. സ്തോത്രം. നോക്കിക്കോ, എത്രയോ ലക്ഷക്കണക്കിന് വർഷമായി ഈ പാട്ട് നടക്കുകയാണ്. ആരും മിണ്ടിയില്ല. എത്രയോ കോടിക്കണക്കിന് വർഷമായി ഈ പാട്ട് ഇവർ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാട്ട് അടുത്ത ബുധനാഴ്ച സുഹൃത്ത് വന്ന് വീണ്ടും പാടിയാൽ നമ്മൾ പലരും പറയും, കഴിഞ്ഞ ആഴ്ച കേട്ടതാ, ബോറിംഗ് ആയിരുന്നു. ഒരു എക്സാമ്പിൾ നേരെ തിരിച്ചു പറയാൻ പറ്റത്തില്ല. സ്തോത്രം. എന്നോട് ഒന്ന് ആൾക്കാർ ഉടക്കിയിട്ടുണ്ട്, ഇത് കഴിഞ്ഞ ആഴ്ചയും കേട്ടതാണ്, ഇത് പണ്ട് വിമൻ സെൻറ്ററിൽ വെച്ച് കേട്ടതാണ്, എന്നോട് ഉടക്കിയിട്ടുണ്ട്. ഈ പ്രസംഗം ഇപ്പോൾ കേട്ടോണ്ടിരിക്കുക. സ്തോത്രം. 8 വർഷം മുമ്പ് അതേ നെഹമ്യാവിൻ്റെ വാതിൽ കേട്ടെന്ന്. നിന്റെ വാതിൽ ഇതുവരെ തുറന്നില്ലല്ലോ കുട്ടി. 8 വർഷം കൊണ്ട് കേട്ടു, പക്ഷെ നിന്റെ വാതിൽ ഇതുവരെ തുറന്നില്ലോ, നിന്റെ ലൈഫ് ഇതുവരെ മാറിയില്ലല്ലോ. ഒരു പ്രസംഗം റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു സ്റ്റോറി റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ജനമാരാ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവനാ ഏറ്റവും വലിയ മന്ദബുദ്ധി. നമ്മളെക്കാൾ ഏറ്റവും ബ്രില്യൻ്റ് ആൾക്കാർ. ഒരു വാക്യം വായിക്കാൻ യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ച് ആനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. ഏതൊക്കെ ദ്വീപെന്ന് ഇങ്ങോട്ട് എഴുതി തരുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായ? സ്തോത്രം. സറാഫുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒറ്റ പാട്ടായി അവർ പാടുന്നത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗത്തിലൊരു കാര്യമുണ്ട്, ഒരു പാട്ട് തന്നെ തുടർന്നാലും ബോറിംഗ് ഇല്ല. അടുത്തിരിക്കുന്ന തൊട്ട് പറ, നമ്മൾ ബോറടിക്കത്തില്ല. എവിടെ? സ്വർഗത്തിൽ. ടി വിയുടെ മുമ്പിലല്ല, സ്വർഗത്തിൽ നിങ്ങൾ ബോറടിക്കത്തില്ല. ഒറ്റ പാട്ടാണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആ പൊസിഷൻ, അവരുടെ പോസ്റ്റർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 ചെറുകൊണ്ട് മുഖം മൂടി, 2 ചെറുകൊണ്ട് പാദം മൂടി, 2 ചെറുകൊണ്ട് പറന്നു. ഹല്ലേലൂയ. 2 ചെറുകൊണ്ട് മുഖം മൂടി, 2 ചെറുകൊണ്ട് പാദം മൂടി. അത് ദൈവത്തോടുള്ള റെവറൻസിനെ കുറിക്കുന്നു, ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാനത്തെ കുറിക്കുന്നു, ദൈവത്തിന് കൊടുക്കുന്നതായ ആദരവിനെ കുറിക്കുന്നു. മുഖം മൂടി, പാദം മൂടി. മുഖം മൂടി നിൽക്കുന്നു, പാദം മൂടി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സല്യൂട്ട് ചെയ്ത് നിൽക്കുന്നത് പോലെ ദൈവത്തിന് ആദരവ് കൊടുത്ത് മുഖം മൂടി, പാദം മൂടി. പിന്നെ 2 ചിറകൊണ്ട് പറന്നു. അതാണ് അവരുടെ മിഷൻ, അവരുടെ മിനിസ്ട്രി ചെയ്യുന്ന എല്ലാവരെയും നോക്കി ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ. സ്തോത്രം. 6 ചിറകുകളുണ്ട്, അതിന് 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. സ്തോത്രം. മുഖം മൂടുന്നു, പാദം മൂടുന്നു. 3-ൽ 2 ദൈവത്തിന് കൊടുക്കുന്നു, 3-ൽ 1 അവർ ശുശ്രൂഷിക്കുന്നു. ഇതാണ് ഹെൽത്തി പ്രൊപ്പോർഷൻ. സ്തോത്രം. ഭൂരിപക്ഷം സമയം മനുഷ്യനല്ല കൊടുക്കുന്നത്, ഭൂരിപക്ഷം സമയം ദൈവത്തിന് കൊടുക്കുന്നു. അതാണ് സക്സസ്ഫുൾ മിനിസ്ട്രി. കേട്ടോ? രാമയും പറഞ്ഞ മക്കളെ, നമ്മുടെ ലൈഫ് നമുക്ക് അങ്ങനെ ട്യൂൺ ചെയ്യണം. ഇൻ ജീസസ് നെയിം. ഭൂരിപക്ഷം സമയം ദൈവത്തിൻ്റെ സന്നിധി. എനിക്ക് തോന്നുന്നു ഈ ഒരു സെഷന് വേണ്ടി ആൾമോസ്റ്റ് ഒരു 4 മണിക്കൂറെങ്കിലും ഞാൻ ദൈവസേനയിൽ ഇരുന്ന് കാണും. ഹല്ലേലൂയ. അല്ലാതെ കയറി നിൽക്കുമ്പോൾ അങ്ങ് വരും, അതെന്തോ അസുഖമായിരിക്കും. മനസ്സിലായി? വിലയുണ്ട്. അതിന് വില കൊടുത്താലേ ദൈവം നമ്മെ ഉപയോഗിക്കത്തുള്ളൂ. ഇൻ ജീസസ് നെയിം. ഏറ്റവും വലിയ മിനിസ്ട്രി എന്ന് പറയുന്നത് ക്യാമറയുടെ മുമ്പിൽ മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കുന്നതല്ല. ഏറ്റവും വലിയ മിനിസ്ട്രി മുട്ടിമേൽ ദാഹമുള്ള ഹൃദയത്തോടെ, ടിവിയും ഇൻ്റർനെറ്റും എല്ലാം ഓഫ് ചെയ്ത് നനഞ്ഞ കണ്ണോടെ ദാഹമുള്ള ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്നു. അതാണ് ഏറ്റവും വലിയ മിനിസ്ട്രി. 2 ചെറുകൊണ്ട് മുഖം മൂടി, 2 ചെറുകൊണ്ട് പാദം മൂടി, 2 ചെറുകൊണ്ട് മാത്രം പറന്നു. ദൂതന്മാർ, സറാഫുകൾ ദൈവത്തെ ആരാധിക്കുകയാണ്. ദൈവം എനിക്ക് സാക്ഷി. കരങ്ങൾ ഉയർത്തി എല്ലാ മഹത്വം കർത്താവിന് കൊടുത്താണ്.
അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാടുന്നു, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്തോത്രം. ആറാമത് എനിക്ക് പറയാനുള്ളത് ക്രീച്ചേഴ്സിനെ കുറിച്ചാണ്. ക്രീച്ചേഴ്സ്, ജീവികൾ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 6 മുതൽ 8 വരെ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 6 മുതൽ 8 വരെ. സിംഹാസനത്തിൻ്റെ മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന് നടുവിലും സിംഹാസനത്തിൻ്റെ ചുറ്റിലും 4 ജീവികൾ. ശബ്ദം ഉയർത്തി പറഞ്ഞേ, 4 ജീവികൾ. സ്തോത്രം. അത് ദൂതന്മാരുടെ മറ്റൊരു കാറ്റഗറിയാണ്. എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായം 5-ാം വാക്യത്തിലും 4 ജീവികളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഹെവൻലി ക്രീച്ചേഴ്സ്. സ്തോത്രം. 4 ജീവികൾ. 4 ജീവികൾ. സ്തോത്രം. അതിൻ്റെ നടുവിൽ 4 ജീവികളെ സദൃശ്യം കണ്ടു. എസെക്കിയേൽ 1:5. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യമുണ്ടായിരുന്നു. പിന്നെ അടുത്ത് സ്തോത്രം, അവർക്ക് മനുഷ്യ സാദൃശ്യം, ഓരോന്നിനും 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. അവിടെ അതിൽ സ്തോത്രം മനുഷ്യ സാദൃശ്യമുണ്ടായിരുന്നു. അതിൽ സ്തോത്രം 4 മുഖങ്ങൾ പറയുന്ന ഒരു ഭാഗമുണ്ട്. 4 ഗോസ്പൽ സിംബൽസ് പറയുന്ന സിംഹമുഖം, കഴുകുമുഖം, കാളമുഖം, സ്തോത്രം, അതുപോലെ മനുഷ്യമുഖം പറയുന്നതായ സ്തോത്രം. അതേ 4 മുഖങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. സ്തോത്രം. 4 ഗോസ്പൽ സിംബൽസായി ഈ 4 ജീവികൾ നിൽക്കുന്നത് എസെക്കിയേലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഓക്കെ. സ്തോത്രം. അതെ, ലിവിങ് ക്രീച്ചേഴ്സ്. കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം. അതെ, ലിവിങ് ക്രീച്ചേഴ്സ് ഉണ്ട്. സ്തോത്രം. ജീവികളുണ്ട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. സ്വർഗീയ സൈന്യമുണ്ട്, ദൂതവാഹികളുണ്ട്, അതുപോലെ സ്തോത്രം. അതെ, ഗാർഡ്സ് ഉണ്ട്, സംരക്ഷിക്കുന്നവരുണ്ട്, ഫൈറ്റ് ചെയ്യുന്നവരുണ്ട്, വർഷിപ്പേഴ്സ് ഉണ്ട്, ജീവികളുണ്ട്. അവസാനമായി ഞാൻ പറയട്ടെ, സ്തോത്രം, സംരക്ഷണ ദൂതന്മാരുണ്ട്. ഗാർഡിയൻ ഏഞ്ചൽസ്, സംരക്ഷണ ദൂതന്മാർ. ഇത്രയും പറഞ്ഞത് ഇതെല്ലാം നമുക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നതെങ്കിലും സ്തോത്രം, ഇത്രയും ദൂതന്മാരുണ്ടെങ്കിലും മെസ്സഞ്ചേഴ്സായി നിങ്ങളുടെ അടുക്കൽ ദൂത് പറയുവാൻ, കർത്താവിൻ്റെ ആലോചന പറയുവാൻ ദൈവിക സന്ദേശവുമായി ദൂതന്മാർ ഇറങ്ങി വരും. അതുപോലെ വളരെ പ്രധാനമായി അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടിരിക്കുന്ന, നമ്മൾ അറിഞ്ഞോന്നറിയത്തില്ല, നിങ്ങൾ അറിഞ്ഞോന്നറിയത്തില്ല, ഞാൻ അറിഞ്ഞോന്നറിയത്തില്ല, പക്ഷേ അനുദിന ജീവിതത്തിൽ നമ്മൾ ഡെയിലി അനുഭവിച്ചിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്തോത്രം, ഗാർഡിയൻ ഏഞ്ചൽസ്. അതായത് ദൂതന്മാരുടെ സംരക്ഷണം. ദൈവം നമ്മെ ഗാർഡ് ചെയ്യുന്നു. കോവിഡ് കേസസ് വർദ്ധിക്കുന്ന ഒന്നാണ് നമ്മുടെ മന്ത്രി പറഞ്ഞത്. സ്തോത്രം. പക്ഷേ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 18-ാം അധ്യായം 10-ാം വാക്യം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഒരു കുട്ടി വിശ്വാസിയാണെങ്കിൽ പോലും സ്തോത്രം, അവന് ദൂതനുണ്ട്. ഒരു ചെറിയവൻ, ഒരു കുട്ടി വിശ്വാസി ഈ മുന്നിൽ വന്നിരുന്ന ബഹളം ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്കൊക്കെ കുസൃതി കാണിക്കുന്ന പിള്ളേരുണ്ട്. ഇന്ന് ആരെയും കണ്ടില്ല. സ്കൂൾ തുറന്നത് കൊണ്ടാണ് ഇന്ന് അവർ വരാത്തത്. അവർ ഹോംവർക്കും മറ്റുമൊക്കെ ആയിട്ട് അവരിയ്ക്കുന്നു. ദൈവമായിരിക്കുന്നിടത്ത് അവരെ സംരക്ഷിക്കട്ടെ. നോക്കണമേ 18-ന്റെ പട്ട്. ഈ ചെറിയവരിൽ ഒരുത്തിനെ തുച്ഛീകരിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. 11-ാം വാക്യം. സ്തോത്രം. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഈ ചെറിയവനെ പോലും തുച്ഛീകരിക്കല്ല. ജാതിയിൽ ചെറിയവനായിരിക്കാം, കുടുംബത്തിൽ ചെറിയവനായിരിക്കാം, ജോലിയിൽ ചെറിയവനായിരിക്കാം, ശരീര സൗന്ദര്യത്തിൽ ചെറിയവനായിരിക്കാം. അവൻ ആര് എന്ന് തിരുവനന്തപുരം മലയാളത്തിൽ ചോദിക്കല്ല. ഹല്ലേലൂയ. സ്തോത്രം. കാരണം അവൻ ആരെന്ന് പറഞ്ഞ് അവനെ നിസാര എന്ന് പറയുമ്പോൾ അവനേക്കാളും കൂടുതൽ കൊള്ളുന്നത് അടുത്ത് നിൽക്കുന്ന അവൻ്റെ ദൂതനാണ്. അവൻ്റെ ദൂതൻ ചെന്ന് മോളിൽ ചെന്ന് പറയും, കർത്താവേ നീ കേട്ടോ, മറ്റേ തിരുവനന്തപുരം ബക്കിംഗ്ഹാം പാലസിൽ ജനിച്ച് വളർത്തപ്പെട്ട ആൻറ്റി ഞാൻ കാക്കണമെന്ന് പറഞ്ഞതായ നിൻ്റെ മോനെ അല്ലെങ്കിൽ നിൻ്റെ മോളെ ഇങ്ങനെ തേച്ച് സംസാരിച്ചു. ഹല്ലേലൂയ. മറ്റുള്ളവരെ തേക്കുമ്പോൾ തിരുവനന്തപുരംകാർ മോശമെന്ന് പറയുമ്പോൾ മേലേക്ക് ദൂതം പറക്കുക, കർത്താവേ നീ കേട്ടോ. സ്തോത്രം. ഇതാ മറ്റേ വൈറ്റ് ഹൗസിലെ വലിയ അമ്മാമ്മ ഇങ്ങനെ പറഞ്ഞേക്കുക, നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നത്? എനിക്കിങ്ങനെ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, എനിക്കുള്ളത് ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറയുന്ന പോലെ ഞാൻ കൊടുത്തിട്ടിരിക്കും. അത് ഞാനാണെങ്കിലും ശരി, എൻ്റെ കർത്താവാണെങ്കിലും ശരി, ഒരുത്തിനെയും തുച്ഛീകരിക്കല്ല. കാരണം സ്തോത്രം, കർത്താവ് അതെ അവന് വേണ്ടി നഖത്തിലെ രക്തവും നിനക്ക് വേണ്ടി ചങ്കിലെ രക്തവും അല്ല കർത്താവ് കൊടുത്തത്. കർത്താവ് ഒരേ രക്തം കൊടുത്താണ് എല്ലാവരെയും വീണ്ടെടുത്തത്. അതുകൊണ്ട് എത്ര ഉന്നതരാണെങ്കിലും മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണിയിലെ പിന്നെ എന്തോ ആത്മീയ, അതൊരു നാടകമല്ലയോ?
അതുകൊണ്ട് ഇത് കേരള കലാമണ്ഡലമല്ല, ഇത് ദൈവത്തിൻ്റെ സഭയാണ്. സ്തോത്രം. അപ്പോൾ ചെറിയവന് പോലും എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്, ഗാർഡിയൻ ഏഞ്ചൽസ്. വീണ്ടും നോക്കിയേ, എബ്രായലേഖനം 1:14 വായിക്കുമ്പോൾ സ്തോത്രം, സേവക ആത്മാക്കൾ എന്ന് പറയുന്നു. ആത്മാവെന്നല്ല, സേവക ആത്മാക്കൾ, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ള ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ടിരിക്കുന്ന സേവക ആത്മാക്കൾ. ദാറ്റ് മീൻസ് പ്ലൂറലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിൽ അർത്ഥം ഒന്നിൽ കൂടുതൽ ദൂതന്മാർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ പാർക്കുന്നത് വാടക വീട്ടിലായിരിക്കാം, വന്നത് പകുതി കാറ്റ് പോയ സൈക്കിളിലോ ബൈക്കിലോ ഒക്കെ ആയിരിക്കാം. പക്ഷേ സാരമില്ല, ദൂതന്മാർ നിങ്ങൾക്കുണ്ട്. വേറെ ലൈഫിൽ ഒന്നുമില്ലെങ്കിലും എന്തുകൊണ്ട് ദൂതന്മാരുണ്ട്. വീണ്ടും സ്തോത്രം, ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ അവിടെ നെബൂഖദ്നേസർ രാജാവാണ്. നെബൂഖദ്നേസർ രാജാവ് അവിടെ ഗാർഡിയൻ ഏഞ്ചലിനെ കാണുന്നു. സ്തോത്രം. നെബൂഖദ്നേസർ രാജാവ്, അതെ, അത്യുന്നതായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമായവനെ അതിൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയാകുന്ന. ആ ട്രാൻസ്ലേഷൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതേ, സ്തോത്രം, ഗാഡ് എന്ന ദൂതന്മാരെക്കുറിച്ച് അതേ ദാനിയേൽ 4-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ പറയുന്നത് എനിക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രസിദ്ധമായ വാക്യം ഗാർഡിയൻ ഏഞ്ചലിലെ സങ്കീർത്തനം 91:11-12. സങ്കീർത്തനം 91:11-12. ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറയുമ്പോൾ നിന്നെ കാക്കുന്ന ദൂതന്മാരെന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഓടി വന്നത് ഈ വാക്യമാണ്. ആദ്യം വന്നത് കാക്കുന്ന ദൂതനോ ഗാർഡിയൻ ഏഞ്ചലോ. ഈ വാക്യം എപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ബ്രദർ ഇപ്പം വാട്സപ്പിൽ മെസ്സേജ് ഇടണം എന്ന് പറഞ്ഞവരുടെ ആശ ഇതാ നശിച്ചു പോയി. സ്തോത്രം. സങ്കീർത്തനം 91:11-12. നിൻ്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ, ആരാണ് ദൂതന്മാർ, നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അതിനർത്ഥം നിന്നെ കാക്കുന്ന ദൂതന്മാരുണ്ട്. ആ ദൂതന് ക്ഷീണമില്ല, ആ ദൂതൻ വയസ്സാകുന്നില്ല, ആ ദൂതൻ സ്തോത്രം ഉറങ്ങുന്നില്ല. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, സ്തോത്രം, ദൂതന്മാരുണ്ട്. പറഞ്ഞാട്ടെ, ദൂതന്മാരുണ്ട്. ആ ദൂതന് ക്ഷീണിക്കുന്നില്ല, ആ ദൂതൻ തളർന്നു പോകുന്നില്ല, ആ ദൂതൻ വയസ്സാകുന്നില്ല. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. ആ ദൂതൻ്റെ ഈ ദൂതന്മാരുടെ പ്രത്യേകത പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. വിസിബിൾ ആൻഡ് ഇൻവിസിബിളിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാർ. അടുത്തയാഴ്ച പറയുന്നത് ദുരാത്മാക്കളും സ്തോത്രം, അതുപോലെ ഫാളൻ ഏഞ്ചൽസും പിന്നെ നെഫ്ലീംസിനെ കുറിച്ച്, മല്ലന്മാരെ കുറിച്ചാണ്. സ്തോത്രം. നിങ്ങളെല്ലാം വാർത്തയോടെ കാത്തിരിക്കുന്ന മല്ലന്മാർ, ഗോലിയാത്തിൻ്റെ കുറിച്ചിനെ കുറിച്ച് കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും കേൾക്കുക. സ്തോത്രം. അടുത്തയാഴ്ച മിസ് ചെയ്താൽ വന്നാട്ട്. ഈവൻ ഒരു വിദേശ യാത്ര 2 ദിവസം ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് തള്ളും. കാരണം നിങ്ങളുടെ ആവേശം കണ്ടിട്ട് എനിക്ക് പ്ലെയിനിൽ കയറുന്നതല്ല വലുത്, ഒരു ഫോറിൻ രാജ്യത്ത് പോകുന്നതല്ല വലുത്, ഒരു വെനസ്ഡേ ബൈബിൾ സ്റ്റഡിക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. റിയലി യെസ്, ഐ സ്റ്റാൻഡ് ഓൺ മൈ വേർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൂതന്മാരുടെ പ്രത്യേകത, ദേ ഹാവ് ദ സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത്. അവർക്ക് പ്രകൃത്യാതീതമായ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഉണ്ട്. മനുഷ്യരെക്കാൾ വലിയ ബലം അവർക്കുണ്ട്. സങ്കീർത്തനം 103:20 നിങ്ങൾ വായിക്കുമ്പോൾ, 103:20 നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകം പറയുന്നു, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവേ യഹോവയെ വാഴ്ത്തുവൻ. വീരന്മാരാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ. ഹല്ലേലൂയ. എക്സൽ ഇൻ സ്ട്രെങ്ത്. സ്തോത്രം. അതെ, വീരന്മാരായ ദൂതന്മാർ. വീരന്മാർ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ സ്തോത്രം, പ്രകൃത്യാതീതമായ ബലം സ്തോത്രം ദൂതന്മാർക്കുണ്ട്. ഒരു 10 പേര് ചെയ്യേണ്ടത് ജോലിയായിരിക്കാം. ഞാൻ ചുമ്മാ 10 എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒറ്റ ദൂതനെ ഇറക്കി ചെയ്യാം. ഉറങ്ങിയിരുന്നാരാ കണ്ണു പറഞ്ഞ, അയ്യോ നാളെ ദൂതൻ പറമ്പിൽ ഇറങ്ങിയിരുന്ന സ്തോത്രം. ഓക്കെ, നോക്കിയേ. അപ്പോൾ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ബലമാർക്കുണ്ട്, ദൂതനുണ്ട്. ദ ബെസ്റ്റ് എക്സാമ്പിൾ സ്തോത്രം കർത്താവിൻ്റെ ഉയർപ്പാണ്. യേശു കർത്താവിൻ്റെ ഉയർപ്പ് നിങ്ങൾ വായിക്കുന്നതായ സമയത്ത് അവിടെ ഇതാ സ്തോത്രം, ദൂതൻ ഇറങ്ങി. ഒറ്റയ്ക്കൊരു ദൂതൻ, ഒരു കൂട്ടം ദൂതന്മാരെയല്ല നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഒറ്റയ്ക്കൊരു ദൂതൻ ഇറങ്ങി കല്ലിനെ ഉരുട്ടി മാറ്റി ആ കല്ലിൻ്റെ മുകളിലിരുന്നു. ഒറ്റയ്ക്കൊരു ദൂതൻ ഇറങ്ങി. ആ ദൂതൻ്റെ ആ കല്ലിൻ്റെ വെയിറ്റ് എത്രയെന്നറിയോ? ദൂതൻ്റെ വെയിറ്റ് അല്ല, ആ കല്ലിൻ്റെ വെയിറ്റ് എത്രയെന്നറിയോ? ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്, ഏകദേശം 2000 കിലോയുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യ്, വീട്ടിൽ ചെന്ന് തള്ളി നോക്ക് എത്ര തള്ളാൻ പറ്റുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. സോ 2000 കിലോ ഉള്ളതായ ഒരു കല്ലിനെ തള്ളി മാറ്റാൻ കർത്താവ് യൂണിയൻകാരിറങ്ങുന്നത് പോലെ ഒരു കൂട്ടം ദൂതനെയല്ല കർത്താവ് ഇറക്കിയത്, ഒറ്റ ദൂതൻ ഇറങ്ങി.
ഒറ്റ ദൂതൻ. സ്തോത്രം. അപ്പോൾ 2000 കിലോ തള്ളണമെങ്കിൽ ഞാൻ ചിന്തിച്ചു എത്ര പേര് വേണം. ഇത് ധ്യാനിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു കമ്പി പാര ഇടാൻ ഒരു 3 പേര് വേണം, പിന്നെ അതിന് കയറ് കെട്ടി വലിക്കാൻ ഒരു 5 പേര് വേണം, പിന്നെ തള്ളാനായിട്ട് ഒരു 10-25 പേര് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കല്ല് ഉരുണ്ടി മാറത്തുള്ളൂ. അത് എത്ര മണിക്കൂർ സമയം. പക്ഷേ ഇത് ഒറ്റ സെക്കൻഡ് അവൻ ഇറങ്ങി തള്ളി മാറ്റാനും. ഹല്ലേലൂയ. പവർഫുൾ ഏഞ്ചൽസ്. 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിലും അതിനനുബന്ധമായി നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. സ്തോത്രം. പവർഫുൾ ഏഞ്ചൽസ്. ഹല്ലേലൂയ. സ്തോത്രം. ദൂതന്മാരുടെ അതെ പവർഫുൾ ഏഞ്ചൽസ്. രണ്ടാമത് ദൂതൻ്റെ മറ്റൊരു പ്രത്യേകത, ദേ ഹാവ് ദ സൂപ്പർ നാച്ചുറൽ നോളജ്. അവർക്ക് പ്രകൃത്യാതീതമായ വലിയ ബലമുണ്ട്. പ്രകൃത്യാതീതമായ ബലം അവർക്കുണ്ട്. പ്രകൃത്യാതീതമായ അറിവ് അവർക്കുണ്ട്. പ്രകൃത്യാതീതമായ സ്ട്രെങ്ത്, പ്രകൃത്യാതീതമായ നോളജ്. സ്തോത്രം. സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ആൻഡ് സൂപ്പർ ഹ്യൂമൻ നോളജ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം 36-ാം വാക്യം. സൂപ്പർ ഹ്യൂമൻ നോളജ് അവർക്കുണ്ട്. അവർക്ക് അറിവുണ്ട്. അവർക്ക് വലിയ അറിവാണ്. ഒരു യൂണിവേഴ്സിറ്റിക്ക്, ഒരു സ്തോത്രം കോളേജിന്, ഒരു പ്രൊഫസറിന് തരുവാൻ കഴിയാത്ത വലിയ സൂപ്പർ ഹ്യൂമൻ അറിവ് അവർക്കുണ്ട്. എങ്ങനെ പറയാൻ കഴിയും? മത്തായി 24:36. ആ നാളും നാഴികയും സംബന്ധിച്ചു എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ പുത്രനും കൂടെ അറിയുന്നില്ല. യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ദൂതൻ അറിയുന്നില്ല. അത് മാത്രം അവർക്ക് അറിയത്തില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. പുത്രൻ അറിയുന്നില്ല. അപ്പോൾ പുത്രൻ വന്ന മന്ദബുദ്ധിയാണോ? ഒരിക്കലല്ല. അവൻ സർവജ്ഞാനിയായ ദൈവമാണ്. കൂടെ എഴുതിയിരിക്കുന്നത് ദൂതന്മാരും അറിയുന്നില്ല. അപ്പോൾ ദൂതന്മാർ പ്ലാസ്റ്റിക് അല്ല, ദൂതന്മാർ പപ്പറ്റല്ല, ദൂതന്മാർ അറിവില്ലാതെ ശരീരത്തിലും മനസ്സിലും ചുമ്മാ നിൽക്കുന്ന ഷണ്ണന്മാരല്ല. നോ 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 നോ. ഏതോ കോമിക് സ്റ്റോറി നിങ്ങൾ വായിക്കുന്ന പോലെ ഭയങ്കര ബലമുള്ള ബുദ്ധിയില്ലാത്ത ഒരുത്തൻ, ഭയങ്കര ശക്തിയുണ്ട് പക്ഷേ ബുദ്ധിയില്ല. നോ 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 നോ, അങ്ങനെയല്ല. സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ മന്ദബുദ്ധികളില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് അറിവില്ലാത്തവരായിരിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവം സ്തോത്രം സർവജ്ഞാനിയാണ്. ആരാ പറഞ്ഞേ? മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും ദൂതനുമുണ്ടാകും ഒരു നല്ല ജ്ഞാനം. കർത്താവിന് അത്രയും ജ്ഞാനമുണ്ടെങ്കിൽ അതിനർത്ഥം സ്തോത്രം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ദൂതന്മാർ കണ്ടു. അതിന് മുമ്പേ ദൂതനെ ദൈവം ക്രിയേറ്റ് ചെയ്തതാ. യോബിൻ്റെ പുസ്തകം 38. സ്തോത്രം. ദൂതനെ ആദാമും ഹവ്വയൊക്കെ വീണതിന് ശേഷമല്ല ദൈവം സൃഷ്ടിച്ചത്. ആദ്യം ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സകല ക്രിയേഷനും നടന്നത്. അപ്പോൾ ദൈവം സ്തോത്രം ഈ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോൾ ദൂതന്മാരെല്ലാം കൂടെ സൃഷ്ടി ആരംഭിച്ച് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിയെന്നാണ് യോബ് 38 പറയുന്നത്. ഭയങ്കരമായി സന്തോഷിച്ച് ആഘോഷിച്ച്. നമ്മളാണ് നീ പറ എനിക്ക് ബസ്സിന് നേരമായി എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ സ്തോത്രം ദൂതന്മാർ അങ്ങനെ മിണ്ടാതിരിക്കത്തില്ല. ദൂതന്മാർ ദൈവത്തിന് പ്രവൃത്തി കാണുമ്പോൾ പ്രതികരിക്കുന്നവരാണ് ദൂതന്മാർ. സഭ പ്രതികരിക്കുന്നവരായിരിക്കണമെന്ന്, ദൈവമക്കൾ പ്രതികരിക്കുന്നവരായിരിക്കണം. ഓ കമാൻ. ഹല്ലേലൂയ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടിരിക്കുക. നോക്കണമേ സ്തോത്രം. അപ്പോൾ ദൈവം സൃഷ്ടി ആരംഭിച്ചപ്പോൾ ദൂതന്മാർ അവർ സന്തോഷിച്ച് അവർ ആനന്ദിക്കുകയുണ്ടായി. ആദമിനെ സൃഷ്ടിച്ചവർ അവർ കണ്ടു. ഫസ്റ്റ് ഓപ്പറേഷൻ അവർ കണ്ടു. ആദ്യത്തെ ഓപ്പറേഷൻ നടന്ന അപ്പുറത്തെ ആശുപത്രിയില്ല, ആദ്യത്തെ ഓപ്പറേഷൻ നടന്ന ഏതേം തോട്ടത്തില്ല. അപ്പോൾ ദൂതന്മാർ കണ്ടു ഹവ്വ എങ്ങനെയാ ഉണ്ടായി വരുന്നതെന്ന് ദൂതന്മാർ കണ്ടു. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ ദൂതന്മാർക്ക് ദുഃഖമായി കാണും. സ്തോത്രം. മഹാജലപ്രളയം ദൂതന്മാർ കണ്ടു. അപ്പോൾ ഇതെല്ലാം കണ്ട് ദൂതന്മാർക്ക് നല്ല അറിവുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം ദൈവം മറച്ചു വെച്ചു. എന്താ മറച്ചു വെച്ചോ? യേശു കർത്താവ് എപ്പോൾ വരുമെന്ന് മാത്രം കർത്താവ് പറഞ്ഞു കൊടുത്തില്ല. പറഞ്ഞാൽ വല്ല ദൂതനും വന്ന് നമ്മളുടെ അടുത്ത് നേരത്തെ പറയുമെന്ന് സ്തോത്രം കർത്താവിനെ അറിഞ്ഞിട്ടായിരിക്കാം. ചില ആൾക്കാരുണ്ട് എല്ലാവരും അറിയണമെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. ചേച്ചി ഇത് ആരോടും പറയല്ലേ, അടുത്ത ഞായറാഴ്ചയ്ക്കുമ്പോൾ എല്ലാവരും അറിയും. അങ്ങനെയുള്ള പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. അവർ ഓൺലൈൻ കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വളരെ കൃത്യമായി പറഞ്ഞത്. സ്തോത്രം. വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, വന്നിട്ടുണ്ട്. കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി.
നോക്ക്, അതുകൊണ്ട് ദൂതനെ ദൈവം പറഞ്ഞില്ല, ദൂതനോട് ദൈവം പറഞ്ഞില്ല. ബാക്കി സകലതും ദൂതന്മാർക്കുണ്ട്. അപ്പോൾ സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത് അവർക്കുണ്ട്, സൂപ്പർ നാച്ചുറൽ നോളജ് ദൂതന്മാർക്കുണ്ട്. ഞാൻ നിർത്തി, അവസാനിച്ചു. 2 മിനിറ്റ്. ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് ഇൻകംപ്ലീറ്റ് ആണ്. പക്ഷെ ദൂതൻ ഒരു ഭയങ്കര കാര്യത്തിൽ ഭയങ്കര വല്ലാത്ത പസിലുണ്ട്. ഓടിമിപ്പോൾ പസിൽ വല്ലാത്തൊരു കാര്യത്തിൽ അവനൊരു കുഴഞ്ഞു കിടക്കുക. ദൂതൻ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുക. ആ കാര്യത്തിൽ മാത്രം ദൂതൻ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുക. ചേടാ, ഈ പൊടിയിൽ നിന്നുണ്ടാക്കിയ ഈ മനുഷ്യന് വേണ്ടി ദൈവം എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അത് കാണുമ്പോൾ ദൂതന് വല്ലാത്ത ഒരു കുഴപ്പമാണ്. എന്ന് ആരാ പറഞ്ഞേ? പത്രോസാ പറഞ്ഞേ. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ. നോക്കിയേ എല്ലാവരും ഒന്ന് വായിച്ചേ. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടുള്ള ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർ വെളിപ്പെട്ടു. മോനെ, ഒരിക്കൽ കൂടെ ആ 11-ാം വാക്യം തന്നെ. സ്തോത്രം. അതിൽ ദൂതന്മാർ കുനിഞ്ഞു നോക്കി എന്നെഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ. സ്തോത്രം. ഏതിലാ? നോക്കിയേ, 12-ാം വാക്യം. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ 3 വാക്യം നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒരിക്കലും റിപ്പീറ്റായി മനസ്സിരുത്തി നന്നായി എക്സ്പ്ലെയിൻ ചെയ്യണം, നന്നായിട്ടൊന്ന് പഠിക്കണം. എൻ്റെ രത്ന ചുരുക്കം ഇതാണ്. ദൈവം സ്തോത്രം ഈ മനുഷ്യന് വേണ്ടി ചെയ്തതുപോലെ ഒരു ദൂതന് വേണ്ടി ചെയ്തിട്ടില്ല. ദൈവം ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിയത് സ്തോത്രം മനുഷ്യന് വേണ്ടിയാണ്, അല്ല ലൂസിഫറിന് വേണ്ടിയല്ല. 3-1 ദൂതന്മാർ പോയി. ദൈവം കരഞ്ഞില്ല. ദൈവം പറഞ്ഞു വിട്ടുപോകുന്ന പട്ടുപോകും. ദൂതന്മാരിറങ്ങി പാപം ചെയ്തു. ദൈവം പറഞ്ഞു അത് അനുഭവിക്കും. ആ ഫയൽ ഞാൻ അന്ത്യ ന്യായവിധിക്ക് വേണ്ടി ഞാൻ സ്തോത്രം മാറ്റി വച്ചിരിക്കുക. അപ്പോൾ 3-1 ദൂതന്മാർ വീണു, മറ്റവന്മാർ പാപം ചെയ്തു. ഇതൊക്കെ കണ്ടിട്ട് ദൂതന് വന്നിട്ട് ദൈവം അനങ്ങിയില്ല. ദൈവം ഇത്രയും കേട്ടിട്ടും ഇത്രയും ഈ ഏകദേശം 1.5 മണിക്കൂർ ബൈബിൾ സ്റ്റഡി കേട്ടിട്ടും 2 പേര് ഇവിടെ അനങ്ങാതിരിക്കുന്ന പോലെ ദൈവം ദൂതന്മാരിൽ എത്ര ഭ്രംശമുണ്ടായിട്ടും ഒരു കൂസലുമില്ലാതെ ദൈവം അനങ്ങാതിരുന്നു. പക്ഷെ ഒരു മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം നിലവിളിച്ച് കരഞ്ഞു. നിങ്ങൾ കേട്ടോ? ഒരു മനുഷ്യൻ പാപം ചെയ്തപ്പോ അതേ ദൈവം ഇവിടെ 3-1 ദൂതൻ പോയപ്പോൾ ദൈവം പറഞ്ഞു ചെന്ന് പണി നോക്കട്ടെ. സ്തോത്രം. മറ്റേ ദൂതന്മാർ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി പാപം ചെയ്തപ്പോൾ അവനെല്ലാം ഞാൻ വച്ചിട്ടുണ്ട്, അന്ത്യ ന്യായവിധി എന്ന് പറഞ്ഞ കർത്താവ് ആദം പാപം ചെയ്തപ്പോൾ അവൻ പോയെങ്കിൽ വേറെ 4 ഞാൻ ഇപ്പോൾ ഉണ്ടാക്കും എന്നല്ല ദൈവം പറഞ്ഞത്. ദൈവം ആ മനുഷ്യൻ്റെ പിന്നാലെ പോയി. നിന്റെ പിന്നാലെ നടക്കുന്ന ഒരു കർത്താവുണ്ട്. വേറെ ആരും നിന്റെ പിന്നാലെ നടക്കത്തില്ല. ബാക്കിയുള്ളവരെല്ലാം നിന്നെ കളഞ്ഞു വെച്ച് പോകത്തേ ഉള്ളൂ. തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കാണത്തില്ല. പക്ഷേ ഒരിക്കലും നിന്നെ കളയാതെ നിന്റെ പിന്നാലെ നടക്കുന്ന ഒരു കർത്താവുണ്ട്. ആദാമേ നീ എവിടെ? ദൈവം കരഞ്ഞപ്പോൾ ദൂതന്മാർ ചോദിച്ചു ഈ ദൈവത്തിന് എന്നാ പറ്റി? ഈ ദൈവത്തിന് എന്നാ? സ്തോത്രം. ഈ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇത്ര വരുത്. ഒരു 4 പിള്ളേർ ഒരു വീട്ടിലുണ്ടെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ 3 പിള്ളേരുണ്ട്. സ്തോത്രം. ഒരു കൊച്ചിന് മാത്രം അപ്പനൊന്നും ഐസ്ക്രീം കൊടുക്കുന്നു, മിഠായി കൊടുക്കുന്നു, കോഴ്സിന് പൈസ പോക്കറ്റ് നോക്കാതെ പൈസ കൊടുക്കുന്നു, എന്ത് ചോദിച്ചാലും കൊടുക്കുന്നു. അപ്പം മറ്റു പിള്ളേർക്ക് ചൊറിയത്തില്ലയോ എന്നതുപോലെ സ്വർഗത്തിലെ ദൂതന്മാർ എന്ത് ചോദിച്ചു? ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവം തിനെ ഇങ്ങനെ കരയുന്നേ? സ്തോത്രം. ഏതേൻ തോട്ടത്തിൻ്റെ വാതുക്കൽ ദൈവം നിന്ന് നിലവിളിച്ചു. നോക്ക്, ആ മനുഷ്യനോട് ദൈവം ഡീൽ ചെയ്യുന്ന നോക്ക്, ആ അബ്രാഹാമിനോടുള്ള സ്നേഹം നോക്ക്. അവനോട് പോയി എന്തൊക്കെ ഭൂമിയെ ദൈവം ചെയ്യാൻ പോകുന്നത് ദൈവം നമ്മളെടുത്ത് എപ്പോഴെങ്കിലും പറഞ്ഞോ?
വല്ല പട്ടണത്തെയും ദൈവം നശിപ്പിക്കുമ്പോൾ ദൈവം ദൂതാ ഇങ്ങ് വാ, ഗബ്രിയേലേ വന്ന് എൻ്റെ അടുത്തിരിക്കുക, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ദൈവം എപ്പോഴെങ്കിലും പറഞ്ഞില്ല. ദൈവം അബ്രഹാമിനെ നോക്ക് മോശയോട് നിന്ന് സംസാരിക്കുന്ന നിപ്പ് നോക്ക്. അന്ന് ദൂതന്മാർ പറഞ്ഞു, നമ്മോട് ആരെങ്കിലും ദൈവം എങ്ങനെ സംസാരിച്ചു? നമ്മളെയൊക്കെ മാറ്റിയല്ലേ നിർത്തിയിരിക്കുന്നത്. എന്നാൽ മോശയുടെ അടുക്കൽ ആ പാറയുടെ പിളർപ്പിൽ കയറ്റി നിർത്തി ദൈവം സംസാരിക്കുന്ന എല്ലാം സഹിക്കാം. ഈ വേഷത്തിൽ ദൂതനായി ദൈവം വെളിപ്പെട്ടോ? പറ, ദൈവം വേഷത്തിൽ ദൂതനായി വെളിപ്പെട്ടോ? ഇല്ലല്ലോ. ദൈവം വേഷത്തിൽ മനുഷ്യനെ വെളിപ്പെട്ട പോട്ട് ആ അനുഭവിച്ച കഷ്ടപ്പാട്. ഇപ്പൊ ദൂതന്മാർ ഇതിലേക്ക് കുനിഞ്ഞു നോക്കുക. ഈ മാസ്റ്റർ പ്ലാൻ ഓഫ് സാൽവേഷനിലേക്ക് ദൂതന്മാർ കുനിഞ്ഞു നോക്കുക. ഈ പൊടിയിൽ നിന്ന് എടുത്ത മനുഷ്യൻ, ഈ ചേറും വെള്ളവുമായ ഈ മനുഷ്യൻ, എവന് വേണ്ടി ദൈവം ചെയ്യാത്തതൊന്നുമില്ല. മാത്രമല്ല, വിലയേറിയ പരിശുദ്ധാത്മാവിനെ കൊടുത്ത് അവനെ മുദ്രയിട്ടയ്ക്കുക. വിലയേറിയ പരിശുദ്ധാത്മാവിനെ അവന് കൊടുത്ത് അവൻ ചതഞ്ഞ ഓടയെ പോലെ, പുകയുന്ന തിരി പോലെ ആകാതെ ദൈവം അവനെ സംരക്ഷിക്കുക. അവന് വേണ്ടി ദൈവം ചെയ്യാത്തതൊന്നുമില്ല. ദൂതന്മാർ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ദൂതന്മാരോട് ദൈവം പറയും, സ്തോത്രം, എനിക്ക് അവനോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ നിർത്തി. സറാഫുകളെക്കാൾ, കെരൂബുകളോടുള്ളതിനേക്കാൾ സറാഫുകളോടില്ലാത്ത സ്നേഹം, കെരൂബുകളോടില്ലാത്ത സ്നേഹം. കൊടാനുകൊടി ദൂതന്മാരുണ്ട്, എത്രയോ വിഭാഗങ്ങളുണ്ട്. അവരോട് ആരോടും ഇല്ലാത്ത ദൈവത്തിന് ഭയങ്കര സ്നേഹമാണ് നിനക്ക്. അതുകൊണ്ടാണ് ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് അവൻ അടിക്കപ്പെട്ടത്, അവൻ തകർക്കപ്പെട്ടത്, നിങ്ങൾക്ക് വേണ്ടി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്. ഒരു ദൂതന് വേണ്ടി അവൻ വാതുറന്നിട്ടില്ല, പക്ഷെ നിനക്ക് വേണ്ടി 24 മണിക്കൂറും വാദിച്ചിട്ടിരിക്കുന്നത്. ദൂതന്മാർ കേൾക്കുക. നമുക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞോ പിതാവായ ദൈവത്തോട്? പറഞ്ഞിട്ടില്ല. പക്ഷെ ഉള്ള കാലം 2000 വർഷമായിട്ട് പ്രാർത്ഥന 2000 വർഷമായി സിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് പ്രാർത്ഥന. ഇതെന്തോ പ്രാർത്ഥന. ദൂതന്മാർ അതിശയിച്ച് നോക്കിയ ഇതെന്തൊരു സ്നേഹമാണ്, ഇതെന്തൊരു കരുതലാണ്, ഇതെന്തൊരു വാത്സല്യമാണ്. അനുഭവിക്കുന്ന എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിച്ചാട്. എന്തോ ഒരു ദൈവിക കരുതലാണ്, എന്തോ ഒരു ദൈവിക വാത്സല്യമാണ്, എന്തോ ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഖമാൻ, 2 കരങ്ങളെ ഉയർത്തി.